എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഇത് കൈ കൊടുത്ത് ഓടിച്ചാൽ എന്നെ പിടിക്കും. അത്രയും പൊട്ടൻഷ്യൽ. സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓ, ഒരു ലെഫ്റ്റ് സൈഡ് ഫുള്ളുണ്ട് വണ്ടിക്ക്. അതുകൊണ്ട് കണ്ട ടക്കിൻ ചെയ്ത് ഞാൻ കിടക്കുമ്പോൾ കണ്ടില്ലേ, നല്ല വിൻഡ് പ്രൊട്ടക്ഷൻ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ കൂടി നോക്കാനും പറ്റും. ഇന്ത്യക്കാർക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട്. ട്വിൻ സിലിണ്ടർ മെയ്ഡ് ഇൻ ഇന്ത്യയെ കൊടുത്തിരിക്കുന്ന പവറിന് പവർ. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മുടെ പോലെ ദ ബ്രാൻഡ് ന്യൂ എപ്രിലിയ RS 457 ആണ് കേട്ടോ. ഒരു പ്രോപ്പർ അഗ്രസീവ് ആയിട്ടുള്ള സ്പോർട്ട് ടൂറർ ട്രാക്ക് വെപ്പൺ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രത്യേകതയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതേ കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ ട്രിപ്പിൾ പോഡ് ഹെഡ്ലൈറ്റ് സിസ്റ്റം എന്നായിട്ട് പറയുന്നത്. കണ്ടില്ലേ, DRS കൊടുത്തിട്ടുണ്ട്. സെറ്റപ്പ് നോക്കും, ബ്യൂട്ടിഫുൾ അല്ലേ. ഫ്രണ്ട് ഹെഡ് സെക്ഷൻ നോക്കുക, അഗ്രസീവായിട്ട്. അവിടെ ബിഗർ എപ്രിലിയ RS സീരീസ് മോട്ടർ, R660 അങ്ങനെ RS V4 അതിൻ്റെയൊക്കെ ഇൻസ്പിറേഷൻ എടുത്ത ഒരു മോട്ടോർ സൈക്കിളാണ്. ഒരു ഇൻ്റഗ്രേറ്റഡ് വിംഗ്ലെറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് വിംഗ്ലെറ്റ് അല്ല, അത്രമാത്രം ഡൗൺ ഫോഴ്സ് ഗ്രേഡില്ല. പക്ഷേ റൈഡിങ് സമയത്ത് ഇതിൽ കൂടി കണ്ട എയർ ചാനൽ ചെയ്യാൻ വേണ്ടിയ ടു ടേക്ക് ഹീറ്റ് അവേ. ഈ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ ട്വിൻ സിലിണ്ടർ എഞ്ചിൻ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് അവേ ഫ്രം ദ റൈഡറിൻ്റെ കാല് ചൂട് കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി അത് റൂട്ട് ചെയ്ത് മാറ്റാനുള്ള സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുക. കൊള്ളാല്ലേ. നമ്പർ പ്ലേറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മഡ് ഗാർഡൊക്കെ സെറ്റപ്പ്. ഫ്രണ്ടിൽ കൊടുത്ത ടയറുണ്ട്, 110 സെക്ഷൻ്റെ ഒരു വൈറ്റ് ടയറാണ് കൊടുത്തത്. TVS യൂറോ ഗ്രിപ്പ് ടയറാണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് കുട്ടി ടയർ, പക്ഷേ ഇൻഫാക്ട് ഇത് സിംഗിൾ കോമ്പൗണ്ട് ടയറാണ് കേട്ടോ. നല്ല എഡ്ജ് ഗ്രിപ്പ്, കോർണർ ചെയ്യുമ്പോൾ നല്ല ഗ്രിപ്പ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ടയേഴ്സാണ് കേട്ടോ. ട്രാക്കിൽ ഓടിക്കാൻ അടിപൊളി ടയറാണ്. പിന്നെ അതേ ഫ്രണ്ടിൽ കൊടുത്തേക്ക് ഒരു 41 mm അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്ട്. ഇത് 41 mm എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ഇത് ഇന്നർ ട്യൂബ് ഉണ്ടല്ലേ, സ്റ്റാൻഷ്യൻ എന്നാണ് പറയുക. ഇതിൻ്റെ ഡയമീറ്റർ ആണ് 41 mm. ഇതിൻ്റെ ഔട്ടർ ട്യൂബ് തന്നെ ഏകദേശം 50 mm ആണ് കേട്ടോ. 50 mm ഔട്ടർ ട്യൂബാണ് കൊടുത്തിരിക്കുന്നത്. സെറ്റപ്പ് നോക്കട്ടെ. പക്ഷേ ഏത് ബ്രാൻഡ് ഫോക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ബ്രാൻഡിങ് കൊടുത്തല്ല. ഈ മോട്ടോർ സൈക്കിൾ കംപ്ലീറ്റ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ കേട്ടോ. പൂനെയിലാണ്, ബാരമതി പ്ലാന്റിലാണ് പിയാജിയോടെ സ്കൂട്ടറൊക്കെ ഉണ്ടാക്കില്ലേ, അതേ പ്ലാന്റിലാട്ടോ ഇതിൻ്റെ മോട്ടോർ സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ കണ്ടില്ലേ, ഈ വൈബ്രയുടെ കാലിപ്പേഴ്സൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടോ. പുതിയ ജനറേഷൻ ഡ്യൂക്ക് 390 വന്ന ടൈപ്പ് ഓഫ് കാലിപ്പേഴ്സാണ് കൊടുത്തത്. അതും റേഡിയലി മൗണ്ടഡാണ്. നല്ല സ്റ്റിഫ് ബ്രേക്കിംഗ് കിട്ടാൻ വേണ്ടി, ഹയർ സ്പീഡ്സൊക്കെ ബ്രേക്ക് ചെയ്താൽ ബെറ്റർ പെർഫോമൻസ് കിട്ടാൻ വേണ്ടി ഇത്തരം സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കൊള്ളാല്ലേ. പിന്നെ ഡിസ്ക് റോട്ടറൊക്കെ 320 mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അതും ഫ്ലോട്ടിംഗ് ടൈപ്പാണ്. കണ്ടില്ലേ, ഇത് കണ്ടോ, ചെറിയൊരു ലാറ്ററൽ മൂവ്മെൻറ്റ് കണ്ടില്ലേ. ഇങ്ങനത്തെ കൊടുക്കാൻ, ഇങ്ങനത്തെ ഡിസ്ക് പെർഫോമൻസ് മോട്ടോർ സൈക്കിൾ കൊടുക്കാൻ കാണുന്ന ഹാർഡ് ബ്രേക്കിങ്ങിന് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഈ ഡിസ്കിന് ചെറിയൊരു എക്സ്പാൻഷൻ ഉണ്ടാവും. അത് വെച്ചിട്ട് ഈ കാലിപ്പർ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ചിലപ്പോൾ ടയറിൻ്റെ സ്റ്റെബിലിറ്റിനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് സെൽഫായിട്ട് കറക്റ്റ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഹാർഡ് ബ്രേക്ക് ചെയ്താലും അണ്ടർ ടെമ്പറേച്ചർ, ഹയർ സ്പീഡിലൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് കിട്ടും, ബെറ്റർ സ്റ്റെബിലിറ്റിയും കിട്ടും കേട്ടോ. കൊടുത്തേക്കൊക്കെ 110 സെക്ഷൻ 70 R17 ടയേഴ്സാണ് കൊടുത്തത്. നല്ല ടയേഴ്സാണ്. മാത്രമല്ല എന്നോട് TVS യൂറോ ഗ്രിപ്പ് പറഞ്ഞാൽ ഈ ടയർ സ്പെഷ്യലി ഡെവലപ്പ് ഫോർ ദ എപ്രിലിയ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ദ എപ്രിലിയ ബ്രാൻഡിങ് ഓൺ ദ ടയേഴ്സും കൊടുത്തിട്ടുണ്ട്. കൊള്ളാം അല്ലേ. പിന്നെ ഇനീഷ്യലി ഈ മോട്ടോർ സൈക്കിൾ ഇറങ്ങിയ സമയത്ത് ഇതിന് ഓർഗാനിക് ബ്രേക്ക് പാഡ്സ് എന്നൊക്കെ പറയും. പക്ഷേ ഇതിൽ നോക്കിയിട്ട് കണ്ടിട്ട് ഓൾമോസ്റ്റ് സിൻഡർ ബ്രേക്ക് പാഡ്സ് ടൈപ്പ്. ഞാൻ ഊരി നോക്കിയിട്ടില്ല. ഫ്രം വിഷ്വൽ ഇൻസ്പെക്ഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു സിൻഡർ ബ്രേക്ക് പാഡ്സ്. പ്രിഫിയർ RS 457 ആണ്. ഒന്ന് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യും. പുതിയ മോഡൽസിന് മാറ്റിയതാണോ അല്ലെങ്കിൽ ഈ മോട്ടോർ സൈക്കിൾ ചേഞ്ച് ചെയ്തതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ കൺഫേം ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറയാം, ഫ്രണ്ടിൽ നിന്ന് എയർ ചാനൽ ചെയ്യുന്ന കണ്ടില്ലേ, ടു ദ റേഡിയേറ്റർ. ഇത് ലിക്വിഡ് കൂൾഡ്. ആ റേഡിയേറ്ററിന് കൂടുതൽ എയർ ഇട്ട് കൂളിംഗ് കൊടുക്കാൻ വേണ്ടി. പിന്നെ കണ്ട ഇവിടെ കൂടി ചാനൽ ചെയ്ത് റൈഡറിൻ്റെ കാലിലോട്ട് ഈ വരുന്ന ഹീറ്റ് കാലിലോട്ട് കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ സിഗ്നലിലൊക്കെ ഐഡിയലായിട്ട് നിൽക്കുവാണെങ്കിൽ ആ ടെമ്പറേച്ചർ, പക്ഷേ റൈഡിങ് സമയത്ത് ആ ഫുൾ കാറ്റ് പുഷ് ഔട്ട് ചെയ്യാനുള്ള ഡിസൈനാണ് കേട്ടോ എപ്രിലിയ കൊടുത്തിരിക്കുന്നത്. അടിപൊളി ഡിസൈൻ ലാംഗ്വേജ് ആണ് വണ്ടി കൊടുത്തത്. ആ ബിഗർ ടാങ്ക്, 13 ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയുള്ള ടാങ്കൊക്കെ ഉണ്ട് കൊടുത്തത്. വലിയ ടാങ്കാണ്, പക്ഷേ 13 ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയുള്ളൂ. വേറൊരു ഹൈലൈറ്റോ ഈ സെഗ്മെൻറ്റിൽ വേറൊരു മോട്ടോർ സൈക്കിളിനകത്ത് ഹൈലൈറ്റാണ് ഈ കാണുന്നത്. ഈ ഷാസിയാണ് മെയിൻ ഫ്രെയിം കണ്ട് അലൂമിനിയം വെച്ച് ഡിസൈൻ ചെയ്ത മെയിൻ ഫ്രെയിമാണ് കൊടുത്തേക്കുക. സ്റ്റിഫ്നെസ് കൂടുതലാണ്, അതിന് വേണ്ടി ഇത്തരം സെറ്റപ്പ് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ KTMൻ്റെ കാര്യം പറഞ്ഞാൽ സ്റ്റീൽ ട്രെലിസ് ഫ്രെയിമാണ്, സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ സ്റ്റിയറിംഗ് ക്വാളിറ്റിയിൽ നിന്ന് സ്വിംഗ് ആം പിവറ്റിലോട്ട് സ്റ്റീൽ ട്യൂബ്സ് റൺ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ട്രയാങ്കിൾ ലാറ്റിസ് വെച്ചിട്ടാണ് സ്ട്രെങ്ത് കൂട്ടുന്നത്. പിന്നെ എഞ്ചിൻ ഗിയറുമ്പോൾ സ്ട്രെസ് മെമ്പർ ആവുന്നത് കേട്ടോ. ഇതിലും എഞ്ചിൻ സ്ട്രെസ് മെമ്പറാണ്, പക്ഷേ ഡിഫറൻസ് ഉണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അലൂമിനിയം കേട്ടോ. ഈ അലൂമിനിയത്തിൻ്റെ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂടുതലാണ് കമ്പയർ ടു സ്റ്റീൽ ഫോർ ദ വെയിറ്റ്. അത് പറയണം, ആ ഇമ്പോർട്ടൻസ് ടേം എന്ന് പറഞ്ഞാൽ ഫോർ ദ വെയിറ്റ്. ആ എമൗണ്ട് ഓഫ് വെയിറ്റിന് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ആക്ച്വലി സ്റ്റിഫർ ആയിരിക്കും. ഇതിന് ഫ്ലെക്സ് വരില്ല. ഇപ്പോൾ ഏറ്റവും വലിയ ഡിഫറൻസ് നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ R3യും അതേപോലെ RC 390 ട്രാക്കിൽ ഓടിച്ച് ആ വ്യത്യാസം മനസ്സിലാവും. RC 390യുടെ ആ എഞ്ചിൻ സ്ട്രെസ് മെമ്പർ ആയതുകൊണ്ട് കുറച്ചും കൂടി സ്റ്റിഫർ ഷാസി, അധികം ഫ്ലെക്സ് വരില്ല.
ഈ R3 എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ട്യൂബുലർ ഫ്രെയിമായിട്ടോ ഡയമണ്ട് ഫ്രെയിമാണ് കൊടുത്തത്. അല്ലെങ്കിൽ R15 V3 ഓടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചേഞ്ച് മനസ്സിലാകുന്നത് അതിൽ ഡെൽറ്റ ബോക്സ് ഫ്രെയിമാണ്. അത് കുറച്ച് ഫ്ലെക്സാണ് എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ബെൻഡ് ആവുന്നില്ല, ചെറിയ രീതിയിൽ ഒന്ന് ഡീഫോം ചെയ്തിട്ട് പിന്നെ അത് ഒറിജിനൽ സ്റ്റേറ്റിലോട്ടു. അത് വെച്ച് വിടുമ്പോൾ ആ റോഡിൻ്റെ ഇംപെർഫെക്ഷൻ അല്ലെങ്കിൽ ടയേഴ്സ് അല്ലെങ്കിൽ സസ്പെൻഷൻ്റെ സെറ്റപ്പ് വരെ അതിൻ്റെ കുറച്ച് ഇംപെർഫെക്ഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യും. അതുകൊണ്ട് ബെറ്റർ ഹാൻഡ്ലിങ് കിട്ടും, ഫോർഗീവിങ് ആയിട്ടുള്ള ഒരു ഹാൻഡ്ലിങ് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ മച്ച് മോർ പ്രിസൈസ് ആയിരിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ സഡൻ ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻസ് ഒക്കെ ഭയങ്കര പ്രിസൈസ് ആയിട്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഭയങ്കര ഷാർപ്പായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ട്രാക്കിൽ കൊണ്ട് ഓടിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഷാസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഷാസി എന്നാണ് പറയും, ചില ഷാസസ് എന്നൊക്കെ പറയും. സോ കറക്റ്റ് പ്രൊണൗൺസ് ഷാസി എന്നാട്ടോ. ഇതെനിക്ക് എഞ്ചിനീയേഴ്സ് പറഞ്ഞ KTM എഞ്ചിനീയേഴ്സ് എനിക്കൊന്ന് പറഞ്ഞെന്ന കാര്യം യമഹ എഞ്ചിനീയേഴ്സിന് സെയിം കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അങ്ങനെ ഷാസി എന്ന് ഇഷ്ടമുള്ള രീതിയിലൊക്കെ പറയാൻ പറ്റും. പക്ഷേ ദ കറക്റ്റ് വേ ഷാസി എന്നാട്ടോ. അതിന് ശേഷമാണ് ഞാൻ എല്ലാ വീട് ഷാസി എന്ന് പറയുന്നത്, അങ്ങനെയാട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് മിക്ക മോട്ടോർ സൈക്കിളിന് സ്റ്റീൽ കൊടുക്കുന്നതെന്ന്. സ്റ്റീൽ കൊടുക്കാനുള്ള കാര്യം കുറച്ചുകൂടി ഫോർഗീവിംഗ് ആണ്, കുറച്ചൊക്കെ ഫ്ലെക്സ് വരാൻ വേണ്ടി. ആ വെൽഡിംഗ് പോയിന്റ് ചെറിയൊരു ഫ്ലെക്സ് വന്നു കഴിഞ്ഞാൽ മച്ച് മോർ ബെറ്റർ ആയി. കാരണം അതിൽ വരുന്ന കോമ്പൗണ്ട് സസ്പെൻഷൻ ആണെങ്കിൽ ടയേഴ്സിന് അത്ര ഹൈ എൻഡ് സാധനങ്ങളില്ല. അപ്പോൾ കുറച്ചൊക്കെ ഫോർഗീവ് ചെയ്യാൻ ഷാസി ചെയ്ത് കഴിഞ്ഞാൽ മേക്സ് ഇറ്റ് മച്ച് മോർ ഈസിയർ ടു റൈഡ്, മച്ച് മോർ ഈസിയർ ടു കോർണർ ആണെങ്കിൽ ഫോർഗീവിംഗ് ആവും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ മോട്ടോർ സൈക്കിൾ നോക്ക്, ഇത് പ്രോപ്പർ ട്രാക്ക് വെപ്പണാണ് ഇതിന് കൊടുത്ത. ബിഗർ ബൈക്സ് സൂപ്പർ ബൈക്സിലാണെങ്കിൽ അങ്ങനെ പ്രീമിയം വണ്ടിയിലൊക്കെ വരുന്ന ഈ ടൈപ്പ് അലൂമിനിയം ഫ്രെയിമാണ് കേട്ടോ. ഇതിന് ഡുവൽ ബീം അലൂമിനിയം ഫ്രെയിം എന്നാണ് പറയുന്നത്. അങ്ങനെ എപ്പോഴും അവിടെ ഫ്രെയിംസിന് പറയുന്നത് കേട്ടോ. പക്ഷേ ഇതൊന്നും അല്ല എൻ്റെ മെയിൻ ഹൈലൈറ്റ്. എൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ കാണും ബ്യൂട്ടിഫുൾ ട്വിൻ സിലിണ്ടർ 457cc ലിക്വിഡ് കൂൾ ട്വിൻ സിലിണ്ടറാണ് കേട്ടോ. കണ്ടില്ലേ സെറ്റപ്പ്? അത് വെറും ട്വിൻ സിലിണ്ടറിൻ്റെ 270 ഡിഗ്രി ഫയറിംഗ് ഓർഡറുള്ള ട്വിൻ സിലിണ്ടർ. നമ്മൾ GT 650 ഒക്കെ പറഞ്ഞില്ലേ, അതേപോലെ കുറേ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ, റെട്രോ മോട്ടോർ സൈക്കിൾസൊക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈം ഒരു സ്പോർട്ട് മോട്ടോർ സൈക്കിൾ ഇത്രയും ഫയറിംഗ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫയറിംഗ് കുറച്ച് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞത്, കുറേ വീഡിയോസിന് ചെയ്യുമ്പോൾ ചോദിക്കാണ്ട് കുറച്ച് ഡീറ്റെയിൽ പോകാം. Aprilia RS457 വേർത്തിയ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ സിലിണ്ടർ കാണാൻ പറ്റുമോ? ഫുള്ളി കവേർഡാണ്, ഫുള്ളി പാക്ഡാണ്. ഷോ നോട്ട് എ ഗുഡ് മോട്ടോർ സൈക്കിൾ. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാൻ അത്ര സെറ്റപ്പുള്ള വണ്ടിയല്ല, എന്നാൽ മോശം വണ്ടിയല്ല കേട്ടോ, അടിപൊളി വണ്ടിയാണ്. സോ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, സോ ഈ എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് സിമ്പിളായിട്ട് പറയാം. ഇത് 2 സിലിണ്ടർ കൊടുത്തത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് സിലിണ്ടർ 1, റൈറ്റ് സൈഡാണ് സിലിണ്ടർ 2 കേട്ടോ. ഇതിൻ്റെ അകത്ത് 2 പിസ്റ്റനും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സിലിണ്ടർ 1 ആയിരിക്കും ആദ്യം ഫയർ ചെയ്തത്. പിസ്റ്റൻ TDC ടോപ്പ് ടെസ്റ്റ് സൈഡിൻ്റെ എത്തുമ്പോൾ ആദ്യത്തെ സിലിണ്ടർ ഫയർ ചെയ്യണം, എന്നിട്ടാണ് അടുത്ത സിലിണ്ടർ ഫയർ ചെയ്യുന്നത് കേട്ടോ. അതിനൊരു ഡിഗ്രി ഉണ്ട്. ഡിഗ്രി എന്ന് ഉദ്ദേശിച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ഡിഗ്രീനെയായിട്ട് പറയുന്നത്. മാത്രമല്ല എൻ്റെ 2 പിസ്റ്റൻ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു 360 ഡിഗ്രി ട്വിൻ സിലിണ്ടർ പോലെ 2 ഈക്വൽ ആയിട്ടിരിക്കുക. ഒരു പിസ്റ്റൻ TDCയിലാണ്, മറ്റേ പിസ്റ്റൻ ഹാഫിലായിട്ടാണ് ഇരിക്കുന്നത്. അത് വെച്ചിരിക്കുന്ന റീസൺ ആ 270 ഡിഗ്രി ഫയറിംഗ് ഓർഡർ. അപ്പോൾ ആദ്യത്തെ സിലിണ്ടർ ഫയർ ചെയ്ത് TDC എത്തുമ്പോൾ ഫസ്റ്റ് സിലിണ്ടർ ഫയർ ചെയ്ത്, അപ്പോൾ ആ പ്രഷർ, അത്രയും പ്രഷർ ഓൺ ദ പിസ്റ്റൻ ടോപ്പ് വരുമ്പോൾ ആ പിസ്റ്റൻ പുഷ് ഡൗൺ ചെയ്യും. അത് കണക്റ്റിംഗ് റോഡ് വെച്ചിട്ട് ഈ ക്രാങ്ക് ഷാഫ്റ്റിന് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഫ്രം TDC ടു BDC ആകുമ്പോൾ ഹാഫ് റൊട്ടേഷൻ ആയിട്ട് 180 ഡിഗ്രി ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ സിലിണ്ടർ 2ത്തെ പിസ്റ്റൻ എന്ന് പറഞ്ഞാൽ പകുതി വഴി നിൽക്കുവാണ്. അത് ഇനി മുകളിലെത്തിയാലേ ഫയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വീണ്ടും ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ ഹാഫിൽ നിന്ന് വീണ്ടും TDC എത്താൻ 90 ഡിഗ്രി മതി. ആ ഫുൾ ട്രാവൽ ചെയ്യാൻ 180 ഡിഗ്രി കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് സിലിണ്ടർ ഫയർ ചെയ്തിട്ട് ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അപ്പോഴും പിസ്റ്റൻ ഹാഫ്, പിന്നെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ്? 180 + 90 270 എത്തുമ്പോൾ അടുത്ത ഫയർ ചെയ്യുക. ഫസ്റ്റ് സിലിണ്ടർ ഫയർ ചെയ്തിട്ട് 270 ഡിഗ്രി ഓഫ് ക്രാങ്ക് റൊട്ടേഷനിൽ അടുത്ത സിലിണ്ടർ ഫയർ ചെയ്യും. അതുകൊണ്ട് ഒരു പ്രത്യേക തരം എക്സോസ്റ്റോട്ട് കിട്ടും, ഒരു V2ൻ്റെ ക്യാരക്ടറും കിട്ടും, ആ ലോ ഡൗൺ പവറും കിട്ടും. ബാക്കി യമഹ R3 എന്നൊക്കെ പറഞ്ഞാൽ 180 ഡിഗ്രി ട്വിന്നാണ് കേട്ടോ. അത് നമുക്ക് ഒരു R3 എടുത്തിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു. അതിൻ്റെ എഞ്ചിൻ നമ്മുടെ അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ വെച്ചിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് അതിൻ്റെ എങ്ങനെ പിസ്റ്റൻസ് ഇരിക്കുന്ന, അതിൻ്റെ സെറ്റപ്പ് എങ്ങനെ, ഫയറിങ് എങ്ങനെയെന്ന് കാണിച്ചത്. അത് കുറച്ചും കൂടി റെവ് ചെയ്തായിട്ട് ഹയർ RPM പവർ ഉണ്ടാക്കുന്നത്. ഇത് കുറച്ചും കൂടി ലോവർ ഡൗൺ പവർ ഉണ്ടാക്കും കേട്ടോ. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് തന്നെ സീന 47.6 ഹോഴ്സ് പവർ, 43.5 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക്. ആ 43 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കിൻ്റെ 80% ഏകദേശം 35-34 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക് നിങ്ങൾക്ക് 3000 RPM കിട്ടും. അപ്പോൾ ഇത് സിറ്റിയിൽ ഓടിക്കാനാണെങ്കിൽ എവറി ഡേ യൂസ് ചെയ്യാൻ ഒരു അക്രമ മോട്ടോർ സൈക്കിൾ, അത്രയും മാത്രം ലോ ഡൗൺ പവറും കിട്ടും, റെവും ചെയ്യും. ട്വിൻ സിലിണ്ടർ ആ നേച്ചർ ലോ ഡൗൺ ടോറും കിട്ടും, കുറച്ചുകൂടി ഹയർ റെവിങ്ങോ സിംഗിൾ സിലിണ്ടർ വൈബ്രേഷനും ഇല്ല. ദ പെർഫെക്റ്റ് മോട്ടോർ സൈക്കിൾ അല്ലേ? സെറ്റപ്പ് ഒക്കെ. രണ്ട് എക്സോസ്റ്റ് റൂട്ട്, ആ 2 എക്സോസ്റ്റ് പോട്ടിൽ നിന്ന് അണ്ടർ നീത്താണ് എക്സോസ്റ്റ് റൂട്ട്, ഒരു അണ്ടർ ബെല്ലി എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റപ്പ് നോക്കണേ, അത്ര അടിപൊളി എഞ്ചിനീയറിംഗ് ആട്ടോ. ഇത് കുറേ കാര്യം ഞങ്ങൾ Aprilia ടീം കാസ്ട്രോളായിട്ട് കൊളാബറേറ്റ് ചെയ്ത് Aprilia ടീമിൽ പോയിട്ട് ഞാൻ കുറേ ഇതിൻ്റെ R&D സാധനങ്ങൾ ചോദിച്ചാൽ. പിന്നെ ഹൈലൈറ്റ് ഇത് കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ ഈ സ്വിങ് ആവട്ടെ, സ്വിങ്ങിങ് ആമെന്നാ പറയുന്നത്. ഇതിൻ്റെ സെറ്റപ്പ് ഇത് കാണുമ്പോൾ ശരിക്കും ഒരു അലൂമിനിയം സ്വിങ് ആം പോലെ ഇരിക്കും, പക്ഷേ ഇത് സ്റ്റീൽ യൂണിറ്റ് കേട്ടോ. ഇതിൻ്റെ ഫ്രെയിം അലൂമിനിയം, പക്ഷേ ആ മാച്ച് ചെയ്യുന്ന കളറാണ് കൊടുത്തത്, പക്ഷേ ഇത് സ്റ്റീൽ യൂണിറ്റ്. അൺസ്പ്രങ് മാസ് ഒക്കെ ഇതും അലൂമിനിയത്തെ ആക്കി സെറ്റപ്പ് ആയതിന് കേട്ടോ. കാരണം ബനാന ടൈപ്പ് സ്വിങ് ആമ കൊടുത്തേ, കാരണം റേസ് ചെയ്ത് വെച്ചിട്ടാണ് കൊടുത്തത്. ഇതിൻ്റെ റിയർ ഷോക്കാണ് മോണോ ഷോക്ക്, അതിൻ്റെ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് കൊടുത്ത് ഫ്രണ്ട് ഫോർക്കിൽ നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഒറ്റ ആംഗിളാണ് കൊടുത്തിരിക്കുന്നത്.
സെറ്റപ്പ് കൊള്ളാം. നമുക്ക് പ്രീ ലോഡാണ് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ലോക്ക് നട്ടുള്ള ടൈപ്പ് ഓഫ് പ്രീ ലോഡാണ് കൊടുത്തിരിക്കുന്നത്. സെറ്റപ്പൊക്കെ കൊള്ളാം അല്ലേ. വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇതിൻ്റെ റൈഡർ ഫുഡ് പാക്ക് നോക്ക്. ആ അലൂമിനിയം ടൈപ്പ് ഫുഡ് പാക്കാണ് കൊടുത്തേക്കാൻ. മാത്രമല്ല ഫീലേഴ്സ് ഒന്നുമില്ല. റേസ് ചെയ്താൽ വെച്ചേക്കാം. അപ്പോൾ കോൺ ചെയ്യുമ്പോൾ ഇത് ഒരയില്ല. ആ നല്ല സെറ്റപ്പ് ഫ്രം ഫാക്ടറി തന്നെ കൊടുക്കുന്ന നല്ല സെറ്റപ്പാണ് കൊടുത്തേക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ വണ്ടി അവർക്ക് മനസ്സിലായി കുറച്ചും കൂടി അക്രമം കാണിക്കുന്ന ആൾക്കാർ. അപ്പോൾ വരഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോർണർ ക്ലിയറൻസിന് എഫക്റ്റ് ചെയ്യും കേട്ടോ. അത് വരാണ്ടിരിക്കാൻ വേണ്ടി സെറ്റപ്പ് കൊടുത്തിരിക്കുന്നു. കൊള്ളട്ടെ. ഈ എഞ്ചിനൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കണ്ട റിയലോ സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ് കൊടുത്തേക്കുന്നത്. അത്ര സെറ്റപ്പ്. ബാക്കിൽ ഡിസ്ക് റോട്ടർ നോക്കി കുട്ടി 220 ഡിസ്ക് റോട്ടറാണ് കൊടുത്തേക്കുക. നിങ്ങൾ കോർണർ എൻ്റർ ചെയ്യുമ്പോൾ റിയറൊക്കെ ട്രെയിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ കയറ്റത്തേക്ക് നിർത്തുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ള റിയർ ബ്രേക്സ് കൊടുത്താൽ നിങ്ങൾ ഫ്രണ്ട് ബ്രേക്സ് വെച്ചിട്ട് മോർ ദാൻ ഓഫ് ബ്രേക്കിംഗ് കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ബ്രേക്സിനെ കുറിച്ച് കുറേ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടോ. നമുക്ക് ഓടിച്ചിട്ട് കറക്റ്റ് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് കണ്ട വാൽ സ്റ്റെമ്പ് കണ്ട എയർ അടിക്കണം 90 ഡിഗ്രിയിലാണ് വെച്ചേക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എയറും അടിക്കാൻ പറ്റും. ഇതേ കണ്ടില്ലേ അത്തരം മത്താപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കണ്ടില്ലേ TVS പ്രോട്ടോക്ക് 150 സെക്ഷൻ ടയറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ടയറാട്ടോ. അത് സ്പെഷ്യലി മെയ്ഡ് ഫോർ ദ എപ്രിലിയെ. അതിൻ്റെ ഒരു ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട് ഇവർ. അതൊക്കെ ചെറിയ അറ്റൻഷൻ ടു ഡീറ്റെയിൽ പക്ഷേ കൊള്ളാം. സെറ്റാണ്. നല്ല ഗ്രിപ്പാണ്. ഇത് സിംഗിൾ കോമ്പൗണ്ട് ടയറാണ്. അപ്പോൾ എഡ്ജ് ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി എഡ്ജ് ഗ്രിപ്പാണ്. മാത്രമല്ല ബ്രേക്കിംഗ് ആണ് ഈ ടയർ നല്ല അടിപൊളി ബ്രേക്കിംഗ് ആയിട്ട് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഒരു റിയർ സെക്ഷൻ നോക്കുക. നല്ല അഗ്രസീവ് സ്റ്റൈൽ റിയർ സെക്ഷൻ ആണല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ എത്ര ബൾക്കി മോട്ടോർ സൈക്കിളിൻ്റെ സൈസ് കൂടിയ വണ്ടിയാണ് ഈ ടയർ ചെറിയ ടയർ പോലെ തോന്നുന്നത്. മാത്രമല്ല ഇതിൻ്റെ റിം സൈസ് ഉണ്ട്. ഇതിൻ്റെ 4.5 റിം സൈസാണെന്ന് പറഞ്ഞിട്ട് 4.5 ഇഞ്ച് റിമ്മാണ് കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല. നിങ്ങൾക്ക് 150, 160 ടയർ വരെ ഇത് അപ്പ് സൈസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അതിന് എനിത്തിങ് മോർ ദൻ ദാറ്റ് അത് ഈ ടയർ പ്രൊഫൈൽ ഷേപ്പ് ആണ്. അപ്പോൾ ചിലവരൊക്കെ ബിഗർ സൈസ് ടയർ ഇടാൻ നോക്കും. പക്ഷേ ഇറ്റ്സ് നോട്ട് റെക്കമെൻഡ്. 150 or 160 വരെ മാക്സ് നിങ്ങൾക്ക് കിട്ടാൻ മതി കേട്ടോ. പിന്നെ പില്ലിയൻ ഫുഡ് പാക്ക് ഉണ്ട്. അതിനൊന്ന് റബ്ബർ മൗണ്ടിങ്ങിൽ ഫുൾ അലൂമിനിയം സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. കൊള്ളാല്ലേ. വേറൊരു സാധനം ഞാൻ നോട്ട് ചെയ്തതാണ് ഇതിൻ്റെ റൈഡർ ഫുഡ് പാക്ക് ഉണ്ട്. ഇതിനോട് ഹീൽ പ്ലേറ്റിൽ ഇതിലോട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഹീൽ പ്ലേറ്റിൽ പകരം ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ലോക്കിങ് സ്വിങ് ആമിൽ വെച്ചിട്ട് ഹീൽ ലോക്ക് ചെയ്ത് വെച്ച് ഓടിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇതും പ്രൊട്ടക്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന്. ഞാൻ ഇത് ട്രാക്കിൽ ഓടിച്ചു. പക്ഷേ എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇവിടെ ഉപയോഗിച്ചോന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ അത്രമാത്രം കുറച്ച് ലാപ്പേ നമുക്ക് ഈ വണ്ടികൾ കിട്ടുള്ളൂ. എപ്പോഴും അത്രമാത്രം തല്ല. ആകെ 5 ലാപ്പാണ് ഇവർ തരുന്നത്. അതിലൊരു ലാപ്പ് ഞാൻ വണ്ടിയുടെ സെറ്റപ്പൊക്കെ നോക്കി ബ്രേക്കൊക്കെ കറക്റ്റാണോ നോക്കി തിരിച്ച് വരുമ്പോൾ തന്നെ ട്രാക്ക് ടൈം കഴിഞ്ഞ് എന്നിട്ട് വണ്ടി തിരിച്ച് കൊടുക്കേണ്ടി വരും. പിന്നെ കണ്ട് ഇത് സ്വിങ് ആം സ്പൂളായിട്ട് നമുക്ക് പാഡൊക്കെ ഇട്ട് ഈസിലി പൊക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിന് കൊടുത്തേക്കുക. കൊള്ളാം അല്ലേ. പിന്നെ റിയറിൽ കണ്ട ഒരു 43 ടീത്ത് സ്പ്രോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. 520 പിച്ച് ചെയിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കണ്ടില്ലേ ക്വിക്ക് ഷിഫ്റ്റർ ഇടാൻ പറ്റും. ആക്സർ ഇടും. 30,000 റുപ്പീസോടെ ക്വിക്ക് ഷിഫ്റ്റർ കൊടുക്കാൻ പറ്റും. അല്ലാണ്ട് കണ്ടില്ലേ ആ ടൈറോഡ് ഉണ്ട്. ലോങ് ടൈറോഡ്. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ GP ഷിഫ്റ്റും ആക്കാൻ പറ്റും കേട്ടോ. നോർമൽ ഷിഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും. GP ഷിഫ്റ്റും ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ 1 down 5 up അല്ലേ. അത് തിരിച്ച് 1 up 5 down ആക്കി ഈസിലി കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ ഈ ഗിയറാം ലൂസ് ചെയ്ത് തിരിച്ച് വെച്ചാൽ മതി. ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വെച്ചാൽ സെറ്റാക്കി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ബാക്കി എവറിത്തിങ് ലുക്ക് സോ ഗുഡ് അല്ലേ. വണ്ടി കൊള്ളാം. ഒരു പ്രീമിയം മോട്ടോർ സൈക്കിൾ. ഇവിടെ കണ്ട പ്രില്ലിയുടെ എക്സ്റ്റൻഷനൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഇതിൻ്റെ ഗ്രാബ് റെയിൽ നോക്ക്. സെറ്റപ്പ് സ്ട്രോങ് ഗ്രാബ് റെയിലായിട്ട് ഇൻ്റഗ്രേറ്റഡ് വിംഗ്ലെറ്റ് ടൈപ്പ് ഓഫ് ഗ്രാബ് റെയിലാണ് കൊടുത്തത്. കണ്ട അതിൻ്റെ റിയർ സീറ്റ് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് കണ്ട ഒരു സീറ്റ് കൗള് പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് പാഡിങ് കൊടുത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ടക്കിങ് ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ട് ഇട്ടാനുള്ള പാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റ് വളരെ ഇതിൻ്റെ പാഡിങ് നോക്ക്. സീറ്റിൻ്റെ നോക്ക് അമൗണ്ട് ഓഫ് പാഡിങ് കൊടുത്തേക്ക് നോക്ക്. അടിപൊളി. വൺ ഓഫ് ദ മോസ്റ്റ് കംഫർട്ടബിൾ മോട്ടോർ സൈക്കിൾ സീറ്റ്സ് ആണ് ഫ്രം ഫാക്ടറി കൊടുത്തിരിക്കുന്നത്. ഫോർ എ സ്പോർട്ട് ടൂർ അല്ലെങ്കിൽ ഫുള്ളി ഫെയർ മോട്ടോർ സൈക്കിൾ വെച്ച് നോക്കിയാൽ ഇത് വൺ ഓഫ് ദ മോസ്റ്റ് കംഫർട്ടബിൾ സീറ്റ്സ് ആണ്. ഓടിക്കുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്ക്. ഒരു 5 inch TFT ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ്. നല്ല കളർഫുൾ പ്രോപ്പർ ഭയങ്കര പ്രീമിയംനെസ് ഉണ്ട്. കണ്ട ഇവിടെ ഒരു മോഡ് ബട്ടൺ കൊണ്ട് ഇപ്പോൾ സ്പോർട്ട് മോഡിലാണ്. സ്പോർട്ട്, ഈക്കോ, അതുപോലെ റെയിൻ മോഡ് ഉണ്ട്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ശരിക്കും ത്രോട്ടിൽ സെൻസിറ്റിവിറ്റി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പവർ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. റെയിൻ മോഡിൽ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലൊക്കെ ഭയങ്കര സ്ലോ ആണ്. ഭയങ്കര ഗ്രാജുവലായിട്ടാണ് പവർ വരുന്നത്. അത് ഇട്ടൊക്കെ ഓടിക്കുമ്പോൾ ബിഗിനർ ആയിരുന്നു. നിങ്ങൾ ഫസ്റ്റ് എടുത്ത് വണ്ടി ഓടിക്കുകയാണെങ്കിൽ സ്ലിപ്പറി സർഫസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഇട്ട് ഓടിക്കുക. കണ്ട അതിൻ്റെ ഒപ്പം തന്നെ കണ്ട ഇവിടെ ATC എന്ന് കണ്ടില്ലേ. അതെന്ന് പറഞ്ഞാൽ എപ്പോഴും ട്രാക്ഷൻ കൺട്രോൾ. ഈ ട്രാക്ഷൻ കൺട്രോൾ 3 ലെവലുണ്ട്. ഈ ട്രാക്ഷൻ കൺട്രോൾ ATC 1 ഏറ്റവും ലെസ് ഇൻട്രൂസീവ് കേട്ടോ. പിന്നെ ATC 2 ഒക്കെ ഭയങ്കര ഇൻ്റർവ്യൂ ചെയ്യും. അതിൻ്റെ 3 ഒക്കെ ഇട്ട് തന്നെ ഓടിക്കാനേ പറ്റില്ല മര്യാദക്ക്. പവർ എപ്പോഴും കട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെയുള്ള മോഡ് എന്ന് പറഞ്ഞാൽ സ്പോർട്ടിൽ അക്രമം. ഈക്കോ മോഡിൽ നിങ്ങൾക്ക് സിറ്റിയിലൊക്കെ ഇട്ട് ഓടിക്കാം. നിങ്ങൾക്ക് ബിഗിനറാണെങ്കിൽ ഈക്കോ ഇട്ട് ഓടിച്ചാൽ മതി. കുറച്ചൊക്കെ യൂസ് ടു ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കിംഗ് ആണെങ്കിലും ത്രോട്ടിൽ ഇമ്പോർട്ടൊക്കെ യൂസ് ടു ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോർട്ട് മോഡ് ഇട്ട് അക്രമം കാണിക്കാം. കൊള്ളാട്ടോ. ഡുവൽ ചാനൽ ABS. ഫ്രണ്ടിലും ABS കൊടുത്തിട്ടുണ്ട്. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ അത് ഓഫ് ആക്കാൻ പറ്റുന്ന ട്രാക്ഷൻ കൺട്രോളും കൊടുത്തിട്ടുണ്ട്. ഇത്ര മത്താവ് കൊടുത്താൽ മാത്രം എപ്പോഴും പണ്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ലെഫ്റ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അഗ്രസീവ് ആയിട്ട് നിങ്ങൾ ഫ്രണ്ട് ബ്രേക്ക് കയറി പിടിച്ചാൽ ലോക്കിംഗ് ഉണ്ടാകും. റിയർ ലെഫ്റ്റിങ്ങും ഉണ്ടാവില്ല കേട്ടോ. ഇറക്കത്തിൽ പോയി ചെന്ന് ബ്രേക്ക് പിടിച്ചാൽ റിയർ പൊങ്ങി പോണ പ്രശ്നം ഇല്ലെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്വിച്ച് ക്യൂബ്സ് ഒക്കെ ആ സ്വിച്ച് ഗിയേഴ്സ് കണ്ടില്ലേ കുറച്ച് പ്രീമിയം ക്വാളിറ്റിയാണ്. പിന്നെ ഈ മോട്ടോർ സൈക്കിൾ ഏകദേശം 1 year യങ് ആണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. നമുക്ക് ഈ മാനുഫാക്ചർ വണ്ടി ടെസ്റ്റിങ്ങിന് തന്നില്ല. കാരണം YouTube ലോങ് ഫോർമാറ്റ് വീഡിയോ ട്രാക്ക് ഓടിക്കുക ഈ ഏപ്രിലിൽ നമുക്ക് വണ്ടി തരില്ല. പക്ഷേ നമ്മുടെ കൂട്ടുകാരൻ തന്നിട്ടോ സെറ്റപ്പാണ്.
എനിക്ക് വലിയ അങ്ങനെ പരിചയമൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ട് ഞാൻ ഈ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോ എല്ലാവരും കമൻസിൽ പറയുന്നുണ്ട് എപ്രിലിയ ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും പറയുമ്പോൾ എപ്രിലിയ വണ്ടി തരാറുള്ളത്. അതുകൊണ്ട് വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടോ. അതുകൊണ്ട് സെറ്റപ്പ്. താങ്ക് യു അഖിൽ ചേട്ടാ. ഈ വണ്ടി ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. സെറ്റപ്പ് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് ക്യൂബ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല പ്രീമിയം ക്വാളിറ്റി. ഓവർ 1 ഇയർ ആയിട്ടും വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ ഒരു പാസ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ലോക്കിംഗ് പ്ലേസ് ഫോർ ഹൈ ബീം ആക്കാം. പിന്നെ ഇതിൻ്റെ ക്ലച്ചിൽ ഉണ്ട്, അഡ്ജസ്റ്റബിൾ അല്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ KTMൻ്റെ കുറേ പാർട്സ് എടുത്തിട്ട് അഡ്ജസ്റ്റബിൾ ആക്കി എടുക്കുക. ഇത് KTM വന്ന സിമിലർ മാസിൻ്റെ KTMൻ്റെ ബ്രേക്ക് ലെവർ എന്ന് പറഞ്ഞാൽ ഏകദേശം 1500. ഇതിൻ്റെ എപ്രിലിയ ഇറക്കുന്നുണ്ടെങ്കിൽ അതിന് 5000+ റുപ്പീസ് ഉണ്ടാവും. ഇതിൻ്റെ എടുത്തിടുവാണെങ്കിൽ KTMൻ്റെ എടുത്തുവാണെങ്കിൽ 1500 രൂപയ്ക്ക് കാര്യം സോൾവ് ചെയ്യുക. അതുപോലെ ക്ലച്ച് ലെവർ 300 രൂപയുള്ളൂ കേട്ടോ KTMൻ്റെ എടുത്തിടാൻ പറ്റുന്ന. അങ്ങനെ കുറേ സാധനം KTMൻ്റെ സ്വിച്ചബിൾ ആയിട്ടുള്ള കമ്പോണൻസ് കുറേ കാണാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ല ഫോർക്കിൻ്റെ പ്രീലോഡ് ആഡ് ചെയ്യാൻ പറ്റും. അത് ഈ ഫോർക്കിൻ്റെ സ്റ്റിഫ്നെസ്സില്ല, സ്പ്രിംഗ് റേറ്റ് മാറ്റില്ല, ആ ലോഡ് ഓൺ ദ സ്പ്രിങ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അത്തരം സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കണ്ടോ ടോളർ വൈസറും കൂടി വെച്ചിരിക്കുന്നത്. ഇത് മാനുഫാക്ചർ ഇറക്കുന്നതിന് വൈസർ പാർട്സിൻ്റെ വിലയൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കുന്നത്. ഇത് എൻ്റെ ഓണർ മാറ്റിയ ചേഞ്ച് ചെയ്തിട്ട് സ്റ്റോക്ക് വൈസർ ഇത്ര ടോളർ അല്ല, മാത്രമല്ല കുറച്ചും കൂടി താഴ്ന്നായിരിക്കും. ഇത് കുറച്ചുകൂടി ബബിൾ ആയിട്ടുള്ള വൈസർ. അപ്പോൾ ടക്കിങ് ചെയ്ത് ഉള്ളിൽ കൂടി നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ വിൻഡ് പ്രൊട്ടക്ഷനൊക്കെ കിട്ടുന്ന വൈസറാണ് കൊടുത്തത്. പിന്നെ മിറേഴ്സ് ഉണ്ടല്ലേ, ഇത് സ്റ്റോക്കല്ല, ഇത് കുറച്ചും കൂടി വിസിബിലിറ്റി കുറച്ചുകൂടി ലുക്സിന് വേണ്ടി കൊടുത്ത മിറേഴ്സാണ് കേട്ടോ. കൊള്ളാമല്ലേ. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടർ സ്വിച്ച് ഉണ്ട്, ഇൻറ്റഗ്രേറ്റഡ് ആണ്. കിൽ സ്വിച്ചും സ്റ്റാർട്ടർ ഇതിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സെറ്റപ്പ് കൊടുത്ത്. ഗ്രിപ്സ് അത്ര സെറ്റപ്പ് അല്ല, അത്ര സോഫ്റ്റ് കോമ്പൗണ്ട് ഗ്രിപ്സ് അല്ല. പക്ഷേ കണ്ട പെട്ടെന്ന് എൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു ഓവർ ടൈം. ഒരു വർഷമായപ്പോൾ തന്നെ കണ്ടല്ലോ. ശരിക്കും ഒരു വർഷത്തിൽ മാറ്റം വന്നാൽ നിങ്ങൾ ട്രാക്ക് ഉപയോഗിക്കുന്ന വണ്ടിയാണ് ശരിക്കും 6 മന്ത്സ് ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ മാത്രം ഇവിടുത്തെ എപ്പിളിയ ഉണ്ട്, അതിൻ്റെ കളർ കുറച്ച് ഫേഡ് ആയതാണോ. ഈ ടോപ്പ് പ്ലേറ്റ് കണ്ടില്ലേ, നല്ല അടിപൊളി ടോപ്പ് പ്ലേറ്റ്, അലൂമിനിയം CNC ടോപ്പ് പ്ലേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് ക്ലിപ്പ് ഓൺ വന്നിരിക്കുന്നത് കേട്ടോ. അതെനിക്ക് എത്ര ഇഷ്ടമില്ലാത്ത സെറ്റപ്പാണ്. എൻ്റെ അപ്പോൾ ടോപ്പ് പ്ലേറ്റ് നമ്മൾ മാറ്റേണ്ടി വരും. കാരണം ഇത് ക്രാഷായി ഇത് ബെൻഡായിക്കാൻ ടോപ്പ് പ്ലേറ്റും മാറ്റേണ്ടി വരും. കാരണം ഇത് പ്രോപ്പർ ക്ലിപ്പ് ഓൺ അല്ല. പ്രോപ്പർ ക്ലിപ്പ് ഓണെങ്കിൽ നമ്മൾ ഫോർക്കിലോട്ടാണ് ക്ലിപ്പ് ഓൺ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ക്ലിപ്പ് ഓൺ എന്നാണ് പേര്. ഇത് നമ്മൾ ടോപ്പ് പ്ലേറ്റിലോട്ട്, ആ ടീ സ്റ്റെമിൻ്റെ ടോപ്പ് പ്ലേറ്റിൽ അതിലോട്ടാണ് ക്ലിപ്പ് ഓൺ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ക്രാഷ് ചെയ്ത് പൊട്ടി ഈ ടീ സ്റ്റെമിന് ഡാമേജ് വരാം. അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് മാറ്റി സെറ്റപ്പായി കഴിഞ്ഞാൽ ഇപ്പോൾ KTM RCയുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ടോപ്പ് പ്ലേറ്റിൻ്റെ അടിയിൽ നിന്ന് എക്സ്റ്റൻഷൻ വെച്ചിട്ട് പൊക്കിയിട്ട് വരുന്നത്. ഇത് കണ്ട കുറച്ച് പൊക്കിയാണ് വെച്ചിരിക്കുക. സാധാ ക്ലിപ്പ് ഓൺ വന്നാൽ ഇവിടെ വരും. നമ്മുടെ റേസ് വണ്ടിയുടെ അങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടില്ലേ കുറച്ചും കൂടി റേസ്. ഞാനിപ്പോൾ കുറച്ച് കയറ്റിയാണ്ട് വെച്ചേ, ഞാൻ പ്രായമായില്ലേ, അപ്പോൾ ഈ കുറച്ചുകൂടി കംഫർട്ട് കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി റേസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ റേസ് വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കാണിച്ചില്ല, അതിൻ്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചത്. അത് നമ്മുടെ ട്രാക്ക് സ്പെക്കാണ്, അത് നമ്മുടെ ട്രാക്ക് ബിൽഡ് സൂപ്പർ മോട്ടോ ബിൽഡാണ്. എല്ലാം നമ്മൾ മൂടിയിട്ടേക്കുക. ബാറ്ററിയൊക്കെ റിമൂവ് ചെയ്തിട്ടേക്കോ. കൊതുകുണ്ട് കണ്ടില്ലേ. എൻ്റെ ടോപ്പ് പ്ലേറ്റ് നോക്ക്, ഈ സെപ്പറേറ്റ് ടോപ്പ് പ്ലേറ്റാണ്. ഇതിലോട്ടാണ് നമ്മൾ ക്ലിപ്പ് ഓൺ വെച്ചത്. ഇത് റേസ്ഡ് ക്ലിപ്പ് ഓൺ കേട്ടോ. സാധാ ക്ലിപ്പ് ഓൺ ഇവിടെ വരുന്നത്, നമുക്ക് കിടന്നിട്ടാണ് ഓടിക്കുന്നത്. കണ്ടില്ലേ അഡ്ജസ്റ്റബിൾ ലെവേഴ്സ്. ക്ലച്ച് ലെവർ ഞാൻ വെക്കില്ല, കറക്റ്റ് ലെങ്ത്തിൽ തന്നെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ക്ലച്ച് ലെവറുണ്ട്. ഇതേ സാധനം എടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഇടാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇത് ഫുള്ളി അഡ്ജസ്റ്റ് സസ്പെൻഷനൊക്കെ ഇതിൽ കൊടുത്തേക്കാം. ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കയറി കണ്ടു വെക്കാം. നമ്മുടെ വെയിറ്റ് റിഡക്ഷന് വേണ്ടി ആ മീറ്റർ സ്റ്റേ ഒക്കെ മാറ്റി ആവശ്യത്തിനുള്ള മാത്രം സാധനം കൊടുത്തുള്ളൂ. ഇതിലും നമ്മൾ ട്രാക്ക് ടയറാണ് ഉപയോഗിച്ചത്, റേസിംഗ് ഉപയോഗിക്കുക ടയറാണ്. സെറ്റപ്പ് ഉണ്ട്, കൊള്ളാട്ടോ. കുറേ മാറ്റങ്ങൾ ചെയ്ത വണ്ടിയാണ്. അതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോക്ക് കാറ്ററേജൊക്കെ മേടിച്ചിട്ട് മാറ്റാൻ പറ്റും. ഫുള്ളി അഡ്ജസ്റ്റബിൾ ഫോക്കാക്കാൻ പറ്റും. ട്രാക്ക് യൂസേജ് ഉണ്ടെങ്കിൽ കുറേ സാധനം മാറ്റാൻ പറ്റും കേട്ടോ. ഇത് ഓടിച്ചായിട്ട് ശരിക്കും എനിക്ക് ഈ വണ്ടിയിലോട്ട് ചാഞ്ചാട്ടും ഉണ്ട്. പക്ഷെ വേണ്ട, ഇപ്പം തന്നെ വണ്ടി നിറഞ്ഞിരിക്കുക. ഓടിക്കാൻ അധികം കൂടുതൽ വണ്ടികളുണ്ട്. ഇപ്പോൾ വണ്ടി എടുത്താൽ വീട്ടിൽ നിന്ന് പുറത്താക്കും. മാത്രം എൻ്റെ ഷാസി നമ്പർ കണ്ടില്ലേ, ME ആണ് കേട്ടോ. കൊള്ളാം. അത് ME ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് ME ഒക്കെ വരുന്നത്. ഫുള്ളി അസംബിൾഡ് ഇൻ ഇന്ത്യ. അതുകൊണ്ട് ഇത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് വിലയുണ്ട് വണ്ടിക്ക്. 4.2 lakhs പ്രൈസ് വരുന്നത് കേട്ടോ. ഇറങ്ങിയ ടൈം 4.1 lakhs. ഇപ്പോൾ പ്രൈസ് കുറച്ച് കൂടി. അപ്പോൾ ഒന്ന് ഇരുന്നും കൂടി കാണിച്ചു തരാം അല്ലേ. ഇത് സ്റ്റാൻഡ് കണ്ടില്ലേ, സ്റ്റാൻഡൊക്കെ കുറച്ച് ഇത് കണ്ടറിയത് ഇന്ത്യൻ സ്റ്റാൻഡ്. അത്ര സെറ്റപ്പില്ലാത്ത സ്റ്റാൻഡൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് ഇരുന്നും കൂടി കാണിച്ചു തരാം. ഇരിക്കാനൊക്കെ കൊള്ളാട്ടോ. നല്ല സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ സീറ്റ് ആയിട്ടല്ലേ 800 mm ആണ്. ഞാൻ 5'8" ആണ്. എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. മിക്കവർക്കും ഇത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട്. ഇത് കണ്ടോ, എൻ്റെ റൈറ്റ് സൈഡ് എഞ്ചിൻ കവർ ഉണ്ട്, കുറച്ചും കൂടി നമ്മുടെ സൈഡിലോട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ ലെഫ്റ്റ് സൈഡ് എഞ്ചിൻ കവർ കണ്ടോ, കുറച്ചുകൂടി ഫ്രണ്ടിലോട്ടാണ് ഇരിക്കുക. സെറ്റപ്പ് കൊള്ളാട്ടോ. പിന്നെ എൻ്റെ എർഗണോമിക്സ്, ഞാൻ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കും കേട്ടോ. ഫസ്റ്റ് ജെൻ RC നമ്മുടെ റേസ് വണ്ടി ഇരിക്കുന്നതാണ് ഇവിടെ ഇരിക്കുന്നത്. റേസ് ക്ലിപ്പ് ഓൺ ആണെങ്കിൽ ഫ്രണ്ടിലോട്ട് ഇത്ര ഇരിക്കുന്നത് കേട്ടോ. ഇത്ര അവയായിട്ട് കീപ്പ് ചെയ്യുക. R15 ഒക്കെ ഇത് ഇവിടെ ഇരിക്കുന്ന. ഇത് കുറച്ചും കൂടി R15 കുറച്ചും കൂടി അപ്രൈറ്റാണ്. ഫുഡ് പാക്ക് പൊസിഷൻ നോക്ക്, ഫുഡ് പാക്ക് സീറ്റിൻ്റെ തൊട്ടടിയിൽ തന്നെ, പക്ഷേ കുറച്ചും കൂടി പൊക്കത്തിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു കംഫർട്ട് കിട്ടും. അധികം മാത്രം ഒരേയില്ല. പിന്നെ കോർണറിങ് ക്ലിയറൻസും കിട്ടും. കുഴപ്പമില്ലാത്ത കംഫർട്ട് കിട്ടും. എന്നാൽ ഏറ്റവും ബെസ്റ്റ് കംഫർട്ട് ഒന്നുമില്ല ഈ CBR 250 പോലെയൊന്നുമല്ല, ഈ R3 പോലെയല്ല, നിഞ്ച 400 പോലെയൊന്നുമില്ല കേട്ടോ. കുറച്ചും കൂടി അഗ്രസീവ് ഫുഡ് പാക്ക് കൊടുത്തിരിക്കുന്നത്. ബാക്കി എവറിത്തിങ് കൊള്ളാട്ടെ. ഇത് വെച്ചാൽ തന്നെ അക്രമം, ഈ പൊസിഷനിൽ ഇരുന്നാൽ തന്നെ നമ്മൾ അറിയാണ്ട് അക്രമം കാണിച്ചു പോട്ടോ. ഒന്ന് ഓപ്പൺ ചെയ്ത് കത്തിയൊക്കെ വരാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇതിൻ്റെ മെനു സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് കണ്ടുപിടിച്ച് വരാൻ, ഒന്ന് യൂസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും.
നോക്കട്ടെ, കണ്ട ഇതിൻ്റെ ആവശ്യം ഇനി 2700 കിലോമീറ്റേഴ്സ് തന്നെ അടുത്ത സർവീസ്. നമ്മുടെ കൊച്ചിയിൽ സർവീസ് സ്റ്റേഷൻ ഇല്ല, തൃശ്ശൂർ പോകണം അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോകണം. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. പ്രശ്നങ്ങൾ നമ്മളിവിടെ വന്ന് പൂട്ടിപ്പോയതാണ്. 1 ടച്ച് സ്റ്റാർട്ട് ഉണ്ടോ? ഇല്ല, 1 ടച്ച് സ്റ്റാർട്ടില്ല. ഓ, ആ ഗ്രണ്ട് കണ്ടില്ലേ, ഒന്ന് റവ് ചെയ്ത് വന്ന കണ്ട, ആ ഗ്രണ്ട് കണ്ടില്ലേ സ്റ്റാർട്ട് ചെയ്ത് വന്ന, കൊള്ളാട്ടോ. അപ്പോൾ ഇങ്ങനെ റവ് ചെയ്യുമ്പോൾ യാതൊരു ബോഡി പാൻസ് വൈബ്രേഷൻ ഇല്ല. ഒരു അഗ്രഷൻ ഉണ്ടെങ്കിൽ ആ 270 ഡിഗ്രി ഫയറിംഗ് ഓർഡർ ആയതുകൊണ്ട് കേട്ടോ. ആ റിവ്യൂ കണ്ടില്ലേ, പിന്നെ TFT മീറ്ററിൽ ചെറിയൊരു ലാഗ് ഉണ്ട് തോന്നുന്നു. ആ ഗ്രണ്ട് കേട്ടാ, ചെറിയ പോപ്സ് ഒക്കെ കേട്ടാ ഹീറ്റായിട്ട്. ആ ടൈഡിൽ തന്നെ കൊള്ളാല്ലേ, സംതിങ് ബിഗർ. ഇത് സ്റ്റോക്ക് എക്സോസ്റ്റാ, സൗണ്ടിങ് സോ ഗുഡ് അല്ലേ. ബേസ് കണ്ട, ആ ഗ്രണ്ട് കണ്ട. അക്രമം തന്നെ. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഫോർ എ റൈഡ്. നിങ്ങളെല്ലാവരും ചോദിച്ചാൽ എത്ര പേരാണ് റിക്വസ്റ്റ് ചെയ്തത് Aprilia RS 457. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടാണ് വണ്ടി പ്രൊവൈഡ് ചെയ്ത് കേട്ടോ, കമ്പനി പ്രൊവൈഡ് ചെയ്തില്ല. വണ്ടി സെറ്റപ്പ് ഉണ്ടോ? ഓ, ഫുള്ള് വണ്ടി സെറ്റപ്പ് വണ്ടിയാണ്ടാ. ഞാനിത് ട്രേസ് ട്രാക്കിൽ ഓടിച്ചാൽ അന്നും എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് ഓടിച്ചാൽ, അന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. സോ ഈ തവണ വണ്ടി കിട്ടിയതുകൊണ്ട് നമുക്ക് മര്യാദക്ക് ഓടിച്ച് ആസ്വദിച്ച് വീഡിയോ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ Aprilia കമ്പനിക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ 5 ലാപ്പേ ഉള്ളൂ. എനിക്ക് മാത്രമല്ല, മിക്ക മീഡിയയൊക്കെ ആണെങ്കിലും ഫോർ ടെസ്റ്റിങ് അവർ വണ്ടി പ്രൊവൈഡ് ചെയ്യാൻ 5 ലാപ്പേ ഉള്ളൂ. ആ 5 ലാപ്പിൽ വേണം നമ്മൾ വണ്ടിയുടെ റിവ്യൂ പറയാൻ. ഒരു 5 ലാപ്പിൽ എങ്ങനെ ഒരു വണ്ടിയുടെ റിവ്യൂ ആണ്. സോ ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിക്കോട്ടോ. അപ്പോൾ അത് അക്രമം RS 457. ഓ, സെറ്റപ്പ് നോക്കണം, എന്ത് സ്മൂത്ത് എഞ്ചിനാണ് എന്ന് പറഞ്ഞാൽ. നിഞ്ച 400 ജാപ്പനീസ് ലെവൽ ആ 180 ഡിഗ്രി ഫയറിംഗ് മോഡലുള്ള ട്വിൻസ് പോലെയല്ല കേട്ടോ. R3 നിഞ്ച 400 പോലത്തെ സെറ്റപ്പ് അത്രയും റിഫൈൻമെൻറ്റ്, അത്രയും സ്മൂത്ത്നെസ് ഒന്നുമല്ല. ഇത് കുറച്ചൊരു അഗ്രഷൻ ഉണ്ട് ഈ എഞ്ചിൻ. സ്മൂത്താണ്, റിഫൈൻഡ് ആണ്, സ്മൂത്താണ്. പക്ഷേ എന്നാൽ ദ ജാപ്പനീസ് ലെവൽ ഓഫ് റിഫൈൻമെൻറ്റ് സ്മൂത്ത്നെസ് ഇല്ല. പക്ഷേ ദാറ്റ്സ് എ ഗുഡ് തിങ്. മറ്റേന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള, ഭയങ്കര ഓൾമോസ്റ്റ് ടു സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിൻസ് അതൊക്കെ. ഇതിനൊരു ക്യാരക്ടർ ഉണ്ട്. ആ 270 ഡിഗ്രി ഫയറിംഗ് മോഡലുള്ള നമ്മുടെ GT 650 ഇല്ലേ, അതേപോലത്തെ ഒരു ഫയറിംഗ് മോഡലാണ്. ഒരു സിലിണ്ടർ ഫയർ ചെയ്തിട്ട് 270 ഡിഗ്രി ഓഫ് ക്രാങ്ക് റൊട്ടേഷനിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു 180 ഡിഗ്രി ഒരു സ്ട്രോക്ക് ആയി, പിന്നെ അടുത്ത 90 ഡിഗ്രീസ് കഴിയുമ്പോഴാണ് അടുത്ത സിലിണ്ടർ ഫയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 270 ഡിഗ്രി ക്രാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു V-twin ക്യാരക്ടർ കിട്ടും. ഇപ്പോൾ R3 നിഞ്ച 400 ഒക്കെ ഒന്ന് റവ് ചെയ്ത് ഹയർ RPM-ത്തിലാണ് ആ പവർ കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഹോഴ്സ് പവർ തന്നെ സീൻ ഹോഴ്സ് പവർ ഉണ്ട്, 47.6 ഹോഴ്സ് പവർ. അതേപോലെ 43.5 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കാണ്. ആ 43.5 ന്യൂട്ടൺ മീറ്റർ ടോർക്കിൻ്റെ 80% ഏകദേശം 35 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് 3000 RPM കിട്ടും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വണ്ടി ഹയർ ഗിയേഴ്സിൽ ലോവർ സ്പീഡ്സിൽ ഓടിച്ചു നടക്കാൻ പറ്റും. 6 ഒക്കെ ഇട്ടാലും എനിക്ക് കുറച്ചൊക്കെ ഇട്ട് ഓടിക്കാൻ പറ്റും. R3 നിഞ്ച 400 ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ലോഡാണ്, അതിൻ്റെ അത്ര പവറില്ല. ഇതിൻ്റെ പുള്ളെന്ന് പറഞ്ഞാൽ കണ്ടു, ഇപ്പോൾ RPM കുറഞ്ഞ് ഞാൻ 60 കയറാം, അവിടെ നിന്ന് കൈ കൊടുത്ത് അവിടെ നിന്ന് പുള്ള് ചെയ്ത് കയറുന്നുണ്ടല്ലേ. അതാണ് അത്രയും ലോഡാണ്. 3000 RPM-ത്തിൽ 35 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കേ. എന്ത് വണ്ടിയാണ്. മാത്രമല്ല എൻ്റെ വെയിറ്റ് കുറച്ച് കൂടുതലാട്ടോ കമ്പയർ ടു ദ RC 390, R3 നിഞ്ച 400 ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്ക് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. ഒരു പൊടിക്ക് കൂടുതലാണ്, 175 kgs ആ വെയിറ്റ് വരുന്നത്. പക്ഷേ ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിൻ്റെ വീൽ ബേസിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് വീൽ ബേസ് ആണ് കേട്ടോ ഈ കാറ്റഗറി. 300-400 cc ഇങ്ങനത്തെ ഒരു സൂപ്പർ സ്പോർട്ട് അല്ല, സ്പോർട്ട് ടൂറ് യെറ്റ് ഫുള്ളി ഫെയർഡ് മോട്ടോർ സൈക്കിൾ, ഒരു ട്രാക്ക് മോട്ടോർ സൈക്കിൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിന് ഏറ്റവും ഷോർട്ടസ്റ്റ് വീൽ ബേസ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ഒരു അലൂമിനിയം ഫ്രെയിമും ഉണ്ട്. മെയിൻ ഫ്രെയിം അലൂമിനിയം കാസ്റ്റ് അലൂമിനിയം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റിഫാണ് കേട്ടോ. ആ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ഉണ്ടാവില്ല. ഇപ്പം ബാക്കി എല്ലാത്തിനും സ്റ്റീൽ ട്യൂബ്സാണ്, ട്രെല്ലിസാണ്, അതൊക്കെ ചെറിയൊരു ഫ്ലെക്സ് ഉണ്ടാവും. ആ ഫ്ലെക്സ് കാരണം എന്താ പറ്റുന്ന
ചെറിയ കുറേ അബ്സോർപ്ഷൻ, ഈ റോട്ടിൽ വന്ന കുറേ ബംപ്സ്, അതല്ലെങ്കിൽ അബ്സോർപ്ഷൻ, അല്ലെങ്കിൽ കൈ കൊടുക്കുമ്പോൾ ആ പവർ വരുമ്പോഴൊക്കെ ചെറിയൊരു ഫ്ലെക്സ് ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ഫൊഗീവിങ് ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ സ്നാപ്പ് ഓൺ ആണ്, കൈ കൊടുത്താൽ ആ പുള്ളാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ആ ഷാസി അത്ര സ്റ്റിഫാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേറെ അഡ്വാൻറ്റേജ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ ചേഞ്ചൊക്കെ ഒരു സ്റ്റീൽ ട്യൂബിലാണ് നമുക്ക് ഇങ്ങനെ ചരിച്ച് ഇത്ര മാത്രം കണക്റ്റഡ് ആയിട്ട് ഫാസ്റ്റായിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടി ഫൊഗീവിങ് ആയിരിക്കും. നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് മോശമായിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പ് ആണെങ്കിൽ, മോശമായിട്ടുള്ള ടയേഴ്സ് ആണെങ്കിൽ ആ ഫ്രെയിം വെച്ചിട്ട് ട്രാക്കൊക്കെ ഓടിക്കും. ഇത് ട്രാക്കിൽ ഓടിക്കുന്ന കാര്യം കേട്ടോ. റോഡിൽ അത്രമാത്രം ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് മച്ച്, അത്രമാത്രം ഫീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓൺ ദ റേസ് ട്രാക്ക് ഇത്ര ഒരു അലൂമിനിയം ഫ്രെയിം, അതുകൊണ്ട് മിക്ക സൂപ്പർ ബൈക്സ് ആണെങ്കിലും മോട്ടോ ജീപ്പിലൊക്കെ അലൂമിനിയം ഫ്രെയിംസ് ഉപയോഗിക്കുന്നത് കേട്ടോ. അവിടെ ഹൈ എൻഡ് സസ്പെൻഷന് ആ സെറ്റപ്പ് ഇടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീലിംഗ് ആയി കിട്ടുന്നു. ഡയറക്ഷൻ ചേഞ്ച് ഒക്കെ എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് എവിടെയാണോ അങ്ങോട്ട് നോക്കി ജസ്റ്റ് ത്രോട്ടിൽ ഇൻപുട്ട് കൊടുത്താൽ മാത്രം മതി, അത്രയും പ്രിസൈസായിട്ട് വണ്ടി കയറും. ഓ, ഇത് നല്ല ആക്സലറേഷനുമായിട്ട് വണ്ടിക്ക്. ഈ കാറ്റഗറിത്തെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് മോട്ടോർ സൈക്കിളാണ്. 0 to 100 under 5 seconds. ഫസ്റ്റ് ഇറങ്ങിയ നിഞ്ച 400 BS4, ആ 49 ഹോഴ്സ് പവർ, ആ വണ്ടി മാത്രമേ ഇതിനെ പിടിക്കുള്ളൂ. ബാക്കി 0 to 100 ഇത് അക്രമമാണ്. ZX4 ആറാണ്ട്, പക്ഷേ അത് ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. അത് വേറൊരു 4 സിലിണ്ടർ വണ്ടിയില്ല, അതിനെയും കൂട്ടുന്നില്ല. ബാക്കി ഏത് മോട്ടോർ സൈക്കിൾ വെച്ച് നോക്കിയാലും ഇതിൻ്റെ ആക്സലേഷൻ ആ 0 to 100 അക്രമ പവറാണ്. ഇതിന് ഇഷ്ടമല്ല ഇങ്ങനെ ട്രാഫിക് നട്ടുച്ച വെയിലത്തായിട്ട് നമ്മൾ റിവ്യൂവിന് വേണ്ടുന്നത്. എന്താ നോക്കണം, നമ്മൾ എപ്പോഴും റിവ്യൂ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ നട്ടുച്ച വെയിലത്തായിരിക്കും. ഒരു സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സസ്പെൻഷൻ ഓൺ ദ സ്റ്റിഫർ സൈഡാണ് എന്ന് പറഞ്ഞാൽ അധികം ട്രാവലില്ലാത്ത സസ്പെൻഷനാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറയുക, ഈ നമ്മുടെ കേരള റോഡിൽ എന്താണ് കുറേ ബമ്പ് ഉണ്ട്, ഇംപെർഫെക്ഷൻസ് ഉണ്ട്. അതൊക്കെ അടി കിട്ടുമ്പോൾ കുറച്ച് സ്പീഡ് കൂടിയാണ്. സ്പീഡ് കുറച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കുറച്ച് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഇത് ബോട്ടം ഔട്ടായി പോകും. മാത്രമല്ല ലിഫ്റ്റ് ഓഫ് ആയി പോകും. ആ അടിയൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. സോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഓടിക്കാൻ. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ മോശമായിട്ടുള്ള റോഡിൽ ഓടിക്കേണ്ട വണ്ടിയല്ല. നല്ല റോഡ് ഓൺ ദ ഹൈവേസ് ഓടിക്കാൻ പറ്റും, അടിച്ചു പൊളിച്ച് ഓടിക്കാൻ പറ്റും. പിന്നെ ഓൺ ദ റേസ് ട്രാക്കാണ്. ഇത് ഈ കൊടുത്തേക്ക ടയേഴ്സാണ് TVSൻ്റെ പ്രോ ടോക്ക് ടയേഴ്സാണ് കൊടുത്തത്. അടിപൊളി ടയേഴ്സാണ്, സിംഗിൾ കോമ്പൗണ്ടാണ് എന്ന് പറഞ്ഞാൽ അടിപൊളി എഡ്ജ് ഗ്രിപ്പാണ് കിട്ടുന്നത് കേട്ടോ. നല്ല ബ്രേക്കിംഗ് പെർഫോമൻസും കിട്ടും, അതേപോലെ നല്ല കോർണർ കോൺഫിഡൻസും കിട്ടും. അക്രമം കാണിക്കാൻ പറ്റുന്ന വണ്ടി, മാക്സിമം ലീനിൻ്റെ ഫുൾ ലിമിറ്റിൽ പുഷ് ചെയ്യാൻ പറ്റുന്ന ടയേഴ്സാണ് കൊടുത്തേക്കുന്നത്. W റേറ്റഡ് ടയർ, സ്പീഡ്സ് അപ് ടു 270 km/h വരെയുള്ള സ്റ്റെബിലിറ്റി ടെസ്റ്റൊക്കെ ചെയ്ത് പാസ്സായ ടയേഴ്സാണ്. അക്രമം കാണിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ എർഗണോമിക്സ് ഒക്കെ ഞാൻ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കട്ടെ. ആ Gen 1 RC390 സിമിലർ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് കിട്ടും. കുറച്ചും കൂടി കംഫർട്ടബിൾ തന്നെ Gen 1 RC390. അതാ പറയുന്നത്. പുതിയ ഇറങ്ങിയ RC390 നോക്കി നോക്കുമ്പോൾ എനിക്ക് തോന്നി ഇതാ കുറച്ചുകൂടി അക്രമം എന്ന് തോന്നുന്നു. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്യിക്കുക. ഫുഡ് പെഗ് ആണെങ്കിലും കുറച്ച് കയറ്റിയാണ് വെച്ചേക്കുക, കുറച്ചൊന്ന് ബാക്കിലോട്ടാണ് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓവർ ബാക്കിലോട്ടോ, എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്പോർട്ട് ടൂറിങ് ചെയ്യാൻ വേണ്ടിയുള്ള നേച്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഓവർ ബാക്കായിട്ട് വെച്ച് കഴിഞ്ഞെങ്കിൽ ഈ വണ്ടി നമുക്ക് കുറച്ച് ഓടിക്കുമ്പോൾ തന്നെ ഭയങ്കര അൺകംഫർട്ടബിൾ ഫീലിംഗ് കിട്ടിയത്. ഇതിൻ്റെ സീറ്റും കുഴപ്പമില്ല, സിറ്റി യൂസർ സീറ്റ്, സോഫ്റ്റ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൊള്ളാട്ടോ. പിന്നെ ഈ ട്രാഫിക് ഉണ്ട്, ഈ ബ്ലോക്കിൽ ഈ വണ്ടിക്ക് അങ്ങനെ ഓടിക്കാൻ ചെയ്യാൻ പറ്റും, പക്ഷെ അധികം ഇഷ്ടമല്ല. അപ്പോൾ ചെറിയൊരു ഹീറ്റിംഗ് വരും. പിന്നെ 6 സ്പീഡ് ഗിയർ ബോക്സാണ്, അടിപൊളി 6 സ്പീഡ് ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ KTMസിൻ്റെ ഒരു സിമിലാരിറ്റി ഉള്ള ഗിയർ ബോക്സ് ആട്ടോ. അത് കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിസൈസ് ഷിഫ്റ്റാണ്. അങ്ങനെ ഫോൾസ് ന്യൂട്രലൊന്നും ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ ഒരു ചെറിയ ശബ്ദം കേൾക്കും. ഞാനൊന്ന് കേൾപ്പിച്ചുതരാം. ഞാൻ റെവ് ചെയ്ത് വരാം. എന്ത് ഫാസ്റ്റായിട്ടാണ് ഇത് റെവ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ എല്ലാ സ്പീഡ് ലിമിറ്റ്സും ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ. ടോപ്പ് സ്പീഡ് 200+ ആണ്. ഈ സ്പീഡും ഇൻഡിക്കേറ്റഡ്. ഇതിൻ്റെ ട്രൂ സ്പീഡ് ഏകദേശം 193 ആണ്. 193 GPS സ്പീഡ് ഞങ്ങളുടെ അന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിന് ക്വിക്ക് ഷിഫ്റ്റർ കൊടുക്കാം കേട്ടോ. ഇതിന് ക്വിക്ക് ഷിഫ്റ്റർ ഇല്ലാത്ത മോഡലിൽ ക്വിക്ക് ഷിഫ്റ്റർ തന്നെ എക്സ്ട്രാ 30,000 rupees കൊടുക്കാം. എന്ത് രസം ഓടിച്ചെടുക്കാം ഓൺ ദ ഹൈവേ, ഓപ്പൺ സ്ട്രെച്ചസ് ഓഫ് റോഡ്, ബിറ്റ്വീൻ ഓബ്സ്റ്റക്കിൾസ്, ബിറ്റ്വീൻ ട്രാഫിക്കിലൊക്കെ ഓടിച്ചെടുക്കാൻ അക്രമം കാണിക്കാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ്. ഞാൻ വളരെ കൺട്രോൾ ചെയ്ത് ഓടിക്കും കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഇത് കൈ കൊടുത്ത് ഓടിച്ചാൽ എന്നെ പിടിക്കും, അത്രയും പൊട്ടൻഷ്യൽ. സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഒരു ലെഫ്റ്റ് സൈഡ് ഫുള്ളുണ്ട് വണ്ടിക്ക്. ഞാൻ നോക്കട്ടെ, കുറച്ച് ഞാൻ ബോഡി വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും വണ്ടിക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് പോകാനൊരു ടെൻഡൻസി ഉണ്ട് കേട്ടോ. കണ്ട എപ്രിലിയുടെ വണ്ടി റിവ്യൂ ചെയ്താൽ എനിക്കിതൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അവരങ്ങനത്തെ ഒരു മൈൻഡാണ്. നമ്മൾ ഇങ്ങനെ ഒപ്പീനിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അവരിക്കും ഞങ്ങൾ ഇറ്റാലിക്കാരാണ്, ഞങ്ങൾക്ക് അറിയാം വണ്ടി ഉണ്ടാക്കാൻ. ഇപ്പം ഞാൻ ഈ വണ്ടി കുറേ ചോദിച്ചാൽ, ഞാൻ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഞാൻ കുറേ ചോദിച്ചാൽ എനിക്ക് പ്രോപ്പർലി ട്രാക്കിൽ ടെസ്റ്റ് ചെയ്യണം, വീഡിയോ ചെയ്യണം, എന്നാൽ മാത്രമേ എനിക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ബാക്കി എല്ലാവരും 5 ലാപ്പ് ഓടിച്ച് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ചെയ്തുകൂടാ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ അത്ര കഴിവില്ല.
5 ലാപ്പ് ഓടിച്ചിട്ട് വണ്ടിയുടെ ഡൈനാമിക്സ് എങ്ങനെയാണ്, ബ്രേക്കിംഗ് എങ്ങനെയാണ്, ഹാൻഡ്ലിങ് എങ്ങനെയാണെന്ന് ഓടിച്ചുള്ള കഴിവായിട്ടില്ല. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത്രമാത്രം കഴിവില്ല. എനിക്കും വണ്ടി തന്നാലേ നമുക്ക് ടെസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ സ്റ്റേൺ ആയിട്ട് തന്നെ കമ്പനി എടുത്ത് പറഞ്ഞു, അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. വെറുതെ ഓടിച്ചിട്ട് റീൽ ഉണ്ടാക്കിയിട്ട് അവർക്ക് റീല് മതി, വീഡിയോ ചെയ്ത് കൊടുക്കും കേട്ടോ. അതിനാണ് അവർ വിളിക്കുന്നത്. അല്ലാണ്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഫീഡ്ബാക്ക് പറയല്ലേ. ഞാൻ അത് പോസ്റ്റ് ചെയ്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീച്ച് ഉണ്ട്, അതിലിട്ട് റീൽസ് കാണിക്കാൻ വേണ്ടിയാണ് ആ ഏജൻസിക്കാർക്ക് വേണ്ടത്. അല്ലാണ്ട് വണ്ടിയുടെ ഫീഡ്ബാക്ക് നാട്ടുകാരിൽ എത്തിക്കുന്നു, ഈ വണ്ടിയുടെ പോരായ്മകൾ എന്താണെന്നോ അതൊന്നും പറഞ്ഞു തരാൻ ആർക്കും താല്പര്യമില്ല. അതൊക്കെയാണ് പ്രശ്നം. അതാണ് എനിക്ക് എന്താണെന്നറിയില്ല. എപ്പോഴും മാർക്കറ്റിംഗ് ഏജൻസിയാണോ, അവിടെ മാർക്കറ്റിംഗ് ടീമിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല, എന്താണെന്നറിയില്ല. ഇത്ര നല്ല ബ്യൂട്ടിഫുൾ ഹാൻഡ്ലിങ് ഓൺ ദ റോഡ് ഞാൻ ഓടിച്ചത് ഇസ് മോർ ദൻ എനഫ്. ഇത് ഓവർ കിൽ ഫോർ ദ റോഡാണ്. നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് ഇതിൻ്റെ പവർ നമ്മൾ യൂസ് ടു ആവും, പക്ഷെ എന്നാലും ഇത് ഓവർ കിൽ ഫോർ അവർ റോഡ്സ് ആണ്. ടു മച്ച് പവറാണ്. ആക്സിലേഷൻ ആണെങ്കിൽ ബട്ടറി സ്മൂത്ത്നെസ് റിഫൈൻഡ് ആണ്, എന്നാലും ജാപ്പനീസ് ലെവൽ ഓഫ് റിഫൈൻമെൻറ്റ്. ഇനി അതൊക്കെ പറയുന്നതുകൊണ്ടാണോ, ഇനി അതൊക്കെ ഞാൻ പറയുന്നു വിചാരിച്ചിട്ടാണോ തരാത്തത് അറിയില്ല. വേറൊരു കൺസേണിങ് ഇഷ്യൂ, ഇത് ഓൺ ദ റേസ് ട്രാക്ക് ഞാൻ ഓടിച്ച അതിൻ്റെ ബ്രേക്ക് ഫീഡ്. ഇനി ഇനീഷ്യൽ വന്ന വണ്ടിയൊക്കെ ഓർഗാനിക് ബ്രേക്ക് പാഡ്സാണ്, അല്ലെങ്കിൽ ഹൈ ഫ്രിക്ഷൻ ബ്രേക്ക് പാഡ്സ് ആയത്, പക്ഷേ സിൻഡേഡ് ആയിരുന്നില്ല. ഇപ്പോൾ പുതിയ ഇറങ്ങുന്ന വണ്ടിയിൽ അവർ സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് വെച്ചു എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും ഫോർ റോഡ് യൂസ് ഇത് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഹയർ സ്പീഡ്സ് റൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഫീഡായി പോകും. അതാണ് ഇതിൻ്റെ പ്രശ്നം. എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഏപ്രിലിൽ എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ പ്രസ് റിലീസിലാണെങ്കിൽ എനിക്ക് അപ്ഡേറ്റ് ഒക്കെ തന്നുകൊണ്ടിരുന്ന, എൻ്റെ ഇവൻ്റ് ലോഞ്ചിന് മുമ്പൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരുന്ന. അപ്പോൾ ഒരു ആദ്യം ഇനീഷ്യൽ പ്ലാൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇതിന് ട്വിൻ ഡിസ്ക് റോട്ടർ കൊടുക്കാൻ സെറ്റപ്പാണ് കൊടുത്തത്. പക്ഷേ ഇത് ലൈറ്റ് മോട്ടോർ സൈക്കിളല്ലേ. ഇതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഡയറക്ഷൻ ചേഞ്ചസ് ആണ്, ഓണ ടൈറ്റ് ട്രാക്കിലൊക്കെ ഓടിക്കാനുള്ള വണ്ടിയാണ്. അങ്ങനെ വരുമ്പോഴേക്കും ഈ ട്വിൻ ഡിസ്ക് റോട്ടർ ഫ്രണ്ടിൽ കൊടുത്താൽ ആ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ആ അൺസ്പ്രങ് മാസൊക്കെ കൂടി എൻ്റെ ഹാൻഡ്ലിങ്ങിന് എഫക്റ്റ് ചെയ്യും. ഇത്ര മാത്രം ഷാർപ്പ് ഹാൻഡ്ലിങ് കിട്ടില്ല. അത് കിട്ടാൻ വേണ്ടിയാണ് അവർ സിംഗിൾ ഡിസ്ക് റോട്ട് കൊടുത്തേക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ടൈം ഒരു സിൻഡർ ബ്രേക്ക് പാഡും കൂടി കൊടുത്തതിനാൽ മച്ച് ബെറ്റർ ആവട്ടോ. ഏകദേശം 20-24 കിലോമീറ്റർ ടു ദ ലിറ്റർ ഫ്യൂൽ എക്കോണമി കിട്ടോ. എവിടെ ഗ്യാപ്പ് ഉണ്ടോ അവിടെ ത്രോട്ടിലോട്ട് വണ്ടി എത്തും. എന്താ അടിപൊളി ത്രോട്ടിൽ ട്യൂണിങ് ആ കൊടുത്തേക്കാൻ നോക്കടാ. ചില റൈഡ് ബൈ വയർ സിസ്റ്റം ഞാൻ പറഞ്ഞു, ഇതിന് ഫിസിക്കലായിട്ടുള്ള ആക്സെപ്റ്റ് കേബിൾ ഇല്ല, അതുകൊണ്ട് ചെറിയൊരു ലാഗ് ഉണ്ടാവും. ഇതിനങ്ങനെ യാതൊരു ലാഗും ഇല്ല കേട്ടോ. ഫ്ലാറ്റ് സ്പോട്ട് ഇല്ല, അത്രമാത്രം ഫ്ലാറ്റ് സ്പോട്ട് തന്നെ. സാധാ മിക്ക മോട്ടോർ സൈക്കിൾസിനും വരുന്ന എമിഷൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി 4000-5000 ഇടയിൽ ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടാവും കേട്ടോ. അത് ഇതിന് കുറച്ചുണ്ട്. അതല്ലാണ്ട് വേറൊരു സീനുമില്ല. അതെല്ലാം മോട്ടോർ സൈക്കിൾ പറയുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ട്വിൻസിലുണ്ട്. ട്രാക്ക് വണ്ടികൾ നോക്കിക്കഴിഞ്ഞാൽ R3 അതുപോലെ Ninja 400 ഉണ്ട്. അതിനുള്ള പോലെ ചെറിയൊരു ഡ്രോപ്പ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് കൊണ്ട് ആ ലോഡ് ആൻഡ് പവർ അത്ര ഉള്ളതുകൊണ്ട് ഇത് അത്ര വലിയ സീനല്ല. ബാക്കി കൈ കൊടുക്കാൻ പറക്കോ വണ്ടി. ഓ സോ മച്ച് പവർ കേട്ടോ. ഇതിന് പിന്നെ കുറച്ചുകൂടി ടോള് വിൻഡ്ഷീൽഡാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് കണ്ട ടക്കിൻ ചെയ്ത് ഞാൻ കിടക്കുമ്പോൾ കണ്ടില്ലേ, നല്ല വിൻഡ് പ്രൊട്ടക്ഷൻ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ കൂടി നോക്കാനും പറ്റും. പിന്നെ ഇതിന് ഡുവൽ ചാനൽ ABS ആണ്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, പിന്നെ അതേ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉണ്ട്. അടിപൊളി സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉണ്ട്. ഓ ഇതിൻ്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കി. കണ്ട ട്രാക്കിൽ നമ്മൾ അഗ്രസീവായി ബ്രേക്ക് പിടിച്ചപ്പോൾ കണ്ട ആ ഫ്രണ്ട് ആൻഡ് ബ്രേക്ക് അത്ര സെറ്റപ്പ് അല്ല. ഇനീഷ്യലി ചെറിയ സ്പീഡിലൊന്നും കുഴപ്പമില്ല, കുറച്ചൊന്ന് സ്പീഡ് കൂടി കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക് അത്ര സെറ്റപ്പ് അല്ല. ഇത് ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ് കേട്ടോ. കണ്ട ട്രാക്ഷൻ കൺട്രോൾ 1 സ്പോർട്ട് മോഡിലാണ്. ഇതിന് റൈഡിങ് മോഡ്സ് ഉണ്ട്. റൈഡിങ് മോഡ്സ് പവറിലൊന്നും വ്യത്യാസമില്ല, ത്രോട്ടിൽ ട്യൂണിങ്ങിലാണ് അതിൻ്റെ വ്യത്യാസം വന്നിരിക്കുന്നത്. പറഞ്ഞില്ല, ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതിന് പിടിക്കാനുള്ള വണ്ടി വേറെ റോഡിലൊന്നുമില്ല. അടിപൊളി വണ്ടിയാണ്. ഇതിൻ്റെ സസ്പെൻഷൻ പറഞ്ഞു ഓൺ ദ സ്റ്റിഫർ സൈഡ്, ഓൺ ദ റേസ് ട്രാക്കിന് പറ്റിയതാ. സ്പോർട്ട് ടൂറിങ് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ഡേറ്റുവാണ് 675R സൗത്ത് ഇന്ത്യ ചുറ്റിയുണ്ട്, നടു ഒടിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡിഡ് ഐ എൻജോയ് ഇറ്റ്? യെസ്, അതേപോലത്തെ സെറ്റപ്പാണ്. എൻജോയ് ചെയ്യും, പക്ഷെ നടു ഒടിയും. അതേപോലെ അധികം ടാങ്ക് റേഞ്ചും ഇല്ല, ഫ്യൂൽ എക്കോണമിയും കുറവാണ്. 24 അല്ലേ കിട്ടുക. ഏകദേശം ഒരു 250 കിലോമീറ്റേഴ്സ് ഓഫ് ടാങ്ക് റേഞ്ച് കിട്ടുള്ളൂ. അപ്പോൾ ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ പെട്രോൾ അടിച്ചുകൊണ്ടേ ഇരിക്കണം. അതാണ് ഒരു വേറെ പ്രശ്നം. ഹീറ്റിങ് കുഴപ്പമില്ല കേട്ടോ, കൺട്രോൾഡ് ആണ്, നല്ല ഹീറ്റ് ഉണ്ട്. ഇതൊരു 457cc ലിക്വിഡ് കൂൾ ഹൈ കംപ്രഷൻ എഞ്ചിനാണ്. ഇതിന് ഹീറ്റ് ഉണ്ടാവും. ക്ലച്ച് ലെവറും ലൈറ്റ് സൈഡിലാണ്. കണ്ട ക്ലച്ചൊക്കെ പിടിക്കാണ്ടാവും. 1 ഫിംഗർ വെച്ച് പിടിക്കാട്ടോ. ഹോണ്ട ലെവൽ ഓഫ് ലൈറ്റ്നസ് ഇല്ലെങ്കിലും എന്നാലും സ്റ്റിൽ എ വെരി ലൈറ്റ് ക്ലച്ച്. ഓ കുറേ പോലീസും ഉണ്ടല്ലോ, പിടിക്കുമോ? പ്രീലോഡ് നിന്ന് അഡ്ജസ്റ്റ് ചെയ്യില്ല. ആസ് ഇറ്റ് ഈസ് ഫ്രം ദ ഫാക്ടറിയാണ് ഓടിക്കുന്നത്. പ്രീലോഡ് നമ്മൾ കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആക്കാൻ പറ്റും. കുറച്ചൊന്ന് പ്രീലോഡ് കുറയ്ക്കാൻ പറ്റും കേട്ടോ. പക്ഷെ എന്നാൽ ഇത്ര വേണം, ഇത്ര ഉണ്ടെങ്കിൽ തന്നെ. ഇപ്പം കണ്ട ഫോർക്കിൻ്റെ സ്റ്റിഫ്നെസ് കണ്ടില്ലേ? ഓ അക്രമ വണ്ടിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഓടിക്കാൻ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. 4000 RPM 6th ഗിയർ 4000 RPM 90 km/h.
അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു നല്ല ഫ്യൂൽ എക്കോണമി കിട്ടും, 25-28 കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഓടിക്കാൻ പറ്റില്ല, അവിടെ നിന്ന് കൈ കൊടുത്തു വണ്ടി. ഫുള്ള് കണ്ടില്ലേ, ഫ്രം ദ 60 ഗിയർ ആയിട്ട് ലോ RPM ഫുള്ളുണ്ട് വണ്ടിക്ക്. സംതിങ് ബിഗറുള്ള ഫീലിംഗ് കൊണ്ട് ഈ വണ്ടി ഒരു 457cc എന്ന് പറയാം, ട്വിൻ സിലിണ്ടർ കുട്ടി വണ്ടിയാണെന്ന് പറയില്ല കേട്ടോ. കുറച്ച് സൈസുള്ള ഫീലിംഗ് ഉള്ള ഒരു മോഡൽ, ഒരു ബിഗർ മോട്ടോർ സൈക്കിൾ ഫീലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട്. ട്വിൻ സിലിണ്ടർ മെയ്ഡ് ഇൻ ഇന്ത്യയെ കൊടുത്തിരിക്കുന്ന പവറിന് പവർ, നല്ല ലുക്കുള്ള മോട്ടോർ സൈക്കിളും ഒരു ബിഗ് ബൈക്ക് ഫീലിംഗ് കേട്ടോ. എല്ലാം ഉണ്ട്, ചെക്സ് ഓൾ ദ റൈറ്റ് ബോക്സസ്. ഇതിൻ്റെ ബ്രേക്ക് പാഡ് നിങ്ങൾ മേടിച്ചൊന്ന് മാറ്റിയാൽ മാത്രം മതി. കുറച്ചും കൂടി ഒരു സിൻഡർ ബ്രേക്ക് പാഡ്, DP ബ്രേക്സോ EBCയോ അല്ലെങ്കിൽ ബ്രംബോയുടെ ബ്രേക്സ് ഇട്ട് കഴിഞ്ഞാൽ മച്ച് ബെറ്റർ ബ്രേക്കിംഗ് ആവട്ടോ. അതല്ലാണ്ട് വേറൊരു സീൻ ഇഷ്യൂ വിത്ത് മോട്ടോർ സൈക്കിൾ എനിക്ക് നോക്കി പറയാനില്ല. ഈവൻ ദ സീറ്റ്സ് ഇപ്പോൾ എനിക്ക് ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സീറ്റ്സിനാണെങ്കിൽ ഇനഫ് ഓഫ് പാഡിങ് ഉണ്ട്, ഇനഫ് ഓഫ് സോഫ്റ്റ് സീറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഫോർ സിറ്റി യൂസ് ആണെങ്കിൽ ഫോർ ടൂറിങ് ആണെങ്കിലും നല്ല കംഫർട്ട് വേണമെങ്കിൽ മോർ പാഡിങ് കൊടുക്കണം. അതർ ദൻ ദാറ്റ് ഇതൊരു ഡീസൻറ്റ് വെരി ഗുഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എർഗണോമിക്സ് ആണെങ്കിലും കണ്ടില്ലേ, ഞാൻ ടാങ്ക് ഹഗ് ചെയ്തൊക്കെ നോക്ക് ഇങ്ങനെ പിടിച്ചേക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടോട്ട് ഊർന്നു പോയില്ല, കറക്റ്റ് ആ സീറ്റിൻ്റെ ഫ്ലാറ്റ് സ്പോട്ടിലാണ് ഞാൻ ഇരിക്കുന്ന. സുഖത്തോടെ ഇരുന്നിട്ട് കണ്ട, ഇതൊരു വിൻ പ്രൊട്ടക്ഷൻ തരുന്നത്, കുറച്ച് ടോളർ വൈസറാ, എല്ലാം സെറ്റപ്പായിട്ടുണ്ട്. ബ്രില്യൻ മോട്ടോർ സൈക്കിൾ കണ്ട ഏപ്രില വണ്ടി തന്നിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെയല്ലേ പറയുള്ളൂ. നല്ല ഉണ്ട്, നല്ല സ്പോർട്ടി റൈഡിങ്ങാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഡൗൺ സൈഡ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൊട്ടിപ്പൊളി. ഇങ്ങനത്തെ ഹൈവേ റോഡ്സ് നല്ല റോഡിലൊക്കെ ഓടിക്കാമെന്ന് അടിപൊളി വണ്ടിയാണ്. മാത്രം അത്ര എക്സ്ട്രീം അഗ്രസീവ് സ്പോർട്ട് പൊസിഷനും അല്ല കേട്ടോ, കുറച്ചൊന്ന് അപ്രൈറ്റാണ്. കണ്ടില്ലേ ഇരിക്കുന്നത്, കണ്ടില്ലേ കംഫർട്ടബിൾ ആയിട്ട് കൈയൊക്കെ കുറച്ച് വൈഡാക്കിയാണ് വെച്ചിരിക്കുന്നത്. കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നുകൊണ്ട് ആ സീറ്റും കൊള്ളാം, ബാക്ക് ഷോക്കും കുഴപ്പമില്ലാത്ത സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഓവർ അത്ര ഹാർഡല്ല, എന്നാലും എന്താ സ്റ്റിഫർ സൈഡാണ്. ബാക്കി മോട്ടോർ സൈക്കിൾ സ്പോർട്ട് ടൂറേഴ്സ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വേറെ ഏതുണ്ട് ഫുള്ളി ഫെയർഡ് സ്പോർട്ട് ടൂറ്? ഇപ്പം നല്ല വണ്ടികളൊന്നും ഇല്ലെന്നല്ല. R3 വെച്ച് നോക്കുകയാണെങ്കിൽ R3 റിയർ ഷോക്ക് കുറച്ച് സോഫ്റ്റർ സൈഡാണ്. അത് വെച്ച് ടൂർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. CBR 250 അതൊക്കെ എന്ന് പറഞ്ഞാൽ പിനക്കിൾ ഓഫ് സ്പോർട്ട് ടൂറിങ്ങാണ്, പഴയത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭയങ്കര സോഫ്റ്റ് ബാക്ക് ഷോക്കാണ്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിയൊക്കെ നല്ല ഹാർഡാണ്. ചില കസ്റ്റമേഴ്സ് എന്നോട് പറഞ്ഞു, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് പുള്ളി ഞാൻ കാണിച്ചതല്ലോ, ഇത് ഞാൻ കൈവിട്ടു, ഞാൻ എഫേർട്ട് കൊടുത്തില്ലെങ്കിൽ വണ്ടിക്ക് ലെഫ്റ്റിലോട്ട് പോകാനുള്ള ടെൻഡൻസിയാണ്. അപ്പം മാനുഫാക്ചർ പറയാം, നിങ്ങൾ എന്തിനാണ് കൈവിട്ട് ഓടിക്കുന്നത്, എങ്ങനെ ഇരിക്കണേ, അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഏപ്രിലേ എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ഏപ്രിലിലെ ബ്രാൻഡിനെ പറഞ്ഞാലും ഈ വണ്ടി കിടിലം വണ്ടിയാട്ടോ. നിങ്ങൾക്ക് ബ്രാൻഡിനെ നോക്കണ്ട, ഈ വണ്ടി ആസ് ഇറ്റ് ഈസ് ഇറ്റ്സ് എ ബ്രില്യൻ മോട്ടോർ സൈക്കിൾ. യു കാൺ ഗോ റോങ് വിത്ത് ഇറ്റ്. അത്രയും അടിപൊളി മോട്ടോർ സൈക്കിൾ. ഞാൻ ഓടിച്ചാൽ ഈ വർഷം ഓടിച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് മോട്ടോർ സൈക്കിൾ. ഞാൻ ഈ വർഷം എത്ര മോട്ടോർ സൈക്കിൾസാണ് ഓടിച്ചേക്കണം, അതിൽ ഓടിച്ചാൽ വെച്ചിട്ട് ഞാൻ പറയും, ഇത് ഓൺ ദ ട്രാക്ക് നിങ്ങൾ കൊണ്ടുപോയി ഓടിക്കുവാണെങ്കിൽ ദർ ഇസ് നത്തിങ് ലൈക്ക് ഇറ്റ്. നിഞ്ച 400 കാട്ടി കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ആ ലോ ഡൗൺ ക്യാരക്ടർ. നിഞ്ച 400 റവ് ചെയ്ത് കൊടുക്കുക, ബിഗ് ട്രാക്കിൽ കൊണ്ട് ഓടിക്കണം. നമ്മുടെ MMRT കരിമോട്ടർ സ്പീഡ് വേലൊക്കെ ഓടിക്കാനാണെങ്കിൽ ഇതൊരു അക്രമ വണ്ടിയാണ്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ ഇന്ത്യൻ ട്രാക്ക്, പുറത്തുള്ള ട്രാക്ക് പോലെ R3 ആണെങ്കിൽ R3യുടെ പ്രൈസ് കുറച്ചു ഇപ്പോൾ അവർ. പക്ഷേ എന്നാലും ഇതിൻ്റെ ആ ലോ ഡൗൺ പവർ, ആ സ്മൂത്ത്നെസ്, ആ പവർ 0 to 100 under 5 seconds ഇത് മാരക പവറാണ്. R3 ടൈം എടുക്കും റവ് ചെയ്ത് കയറാം, അത്ര ടൈം എടുക്കും റവ് ചെയ്താൽ. പക്ഷെ നല്ല ഹാൻഡ്ലിങ് കേട്ടോ. വേണമെങ്കിൽ നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്യാം R3 വേഴ്സസ് ദ RS 457. പക്ഷേ ഏപ്രിലേ വണ്ടി തരില്ല, അതാണ് വേറെ പ്രശ്നം. അപ്പോൾ നമുക്ക് കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ഇരിക്കുന്നത്, എന്ത് വണ്ടിയാണ്, ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിൾ, ലുക്സ് ഗുഡ്. ഒരു ബിഗർ മോട്ടോർ സൈക്കിൾ ഫീൽ ചെയ്യാതെ ഇതെവിടെ കൊണ്ടേ നിർത്തിയാൽ ആൾക്കാർ നോക്കും, ചോദിക്കുന്നുണ്ട് ഇത് ഏതാ വണ്ടി, ഇതെന്താ സംഭവം, ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണ്, ഇമ്പോർട്ട് ചെയ്താന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നത്. മിക്കവരും കണ്ടിട്ടില്ലല്ലോ ഏപ്രിലിയുടെ എല്ലാ ബിഗർ CC മോട്ടോർ സൈക്കിളാണെന്ന് വിചാരിക്കുക. 600cc ആണ്, 1000cc ആണ് എന്നാൽ കണ്ടിട്ട് വയ്ക്കുന്നത്. കാരണം ഇതിൻ്റെ ഫ്രെയിം തല്ലേ, ആ മെയിൻ ഫ്രെയിം അലൂമിനിയം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. സെറ്റപ്പിൾ, ആ ഡുവൽ ബീം ഫ്രെയിമാണ് കൊടുത്ത്, ഭയങ്കര സ്റ്റിഫ് ഫ്രെയിമാണ് അലൂമിനിയത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹാൻഡ്ലിങ് ഭയങ്കര ഷാർപ്പ് ഹാൻഡ്ലിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. കമ്പയർ ടു ദ KTM മച്ച് മോർ ഫാസ്റ്റർ ആയിട്ട് ഡയറക്ഷൻ ചേഞ്ച്, ആ ഭയങ്കര ഫീലിംഗ് കിട്ടും. ഓടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഫാസ്റ്റ് ടു ചേഞ്ച് ഡയറക്ഷൻ. ആ സ്റ്റിഫ്നെസ് ഓഫ് ദ ഫ്രെയിം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൺ ദ ട്രാക്ക് തന്നെ നമ്മൾ ഷിക്കേൻ ഓടിച്ചപ്പോഴാണെങ്കിൽ അടിപൊളിയായിട്ട് ഡയറക്ഷൻ മാറ്റി കേട്ടോ. അതൊരു പെർഫെക്റ്റ് മോട്ടോർ സൈക്കിളാണ് കേട്ടോ. ആ ലോ ഡൗൺ പവറിലുണ്ട്. ബാക്കി മോട്ടോർ സൈക്കിൾസ് വെച്ച് നോക്കുമ്പോഴേക്കും ഈ R3 ആണെങ്കിൽ നിഞ്ച 400 ആണെങ്കിൽ കുറച്ച് റവ് ചെയ്തെടുത്താലേ പവർ എത്തുള്ളൂ, അല്ലെങ്കിൽ RC3 പക്ഷേ RC3 ആർക്കും അതിൻ്റെ ലുക്സ് ഇഷ്ടമല്ല, അത്രമാത്രം സെറ്റപ്പ് അല്ല. പക്ഷേ ഇത് ബ്രില്യൻ മോട്ടോർ. ഓൺ ദ ട്രാക്ക് ആണെങ്കിൽ ഫോർ ട്രാവലിംഗ് ആൻഡ് ടൂറിങ്ങിനാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. മച്ച് മോർ കേബിൾ വണ്ടിയാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ എന്താ ആൾക്കാർക്ക് അതിൻ്റെ ലുക്സ് ഇഷ്ടമല്ല.
അവിടെയാണ് ദ എപ്രിലെ RS457. ഇതിന് കുറച്ചുകൂടി കമ്മിറ്റഡ് പൊസിഷനാണ്. ഇതിൻ്റെ സസ്പെൻഷൻ അത്ര ട്രാവൽ ഫ്രണ്ടിൽ 120mm ബാക്കിൽ 130mm ട്രാവലിൽ പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൊന്നും ഓടിക്കാൻ പറ്റില്ല കേട്ടോ. ഓടിച്ചാൽ ആ അടി കിട്ടും. പക്ഷേ സ്റ്റിഫ് സസ്പെൻഷൻ ഓൺ ദ റേസ് ട്രാക്ക് അടിപൊളി. ഓൺ ഓപ്പൺ ഹൈവേസ് ബ്യൂട്ടിഫുൾ റോഡ്സിലൊക്കെ ഓടിക്കാനാണെങ്കിൽ ഓൺ ദ ഹൈവേസ് ഒക്കെ ഓടിച്ചുകൊണ്ട് നടക്കുക അതൊക്കെ അടിപൊളിയാണ്. മാത്രമല്ല സിറ്റിയിൽ ഓടിക്കുവാണെങ്കിൽ ആ ലോ ഡൗൺ ടോർക്ക് ഉണ്ട് ഏകദേശം 33-34 Nm ഓഫ് ടോർക്ക് അറ്റ് 3000 RPM കിട്ടുക. ഇത് ഐഡിയലാണ് 1200 1400 RPM ഐഡിയലാണ്. ഒന്ന് കൈ കൊടുത്ത് കഴിയുമ്പോഴത്തേന് ആ എൻറ്റയർ ടോർക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈസിലി ഓടിച്ചുകൊണ്ട് പോകും. ഹയർ ഗിയേഴ്സ് ഇട്ടുണ്ട്. ലോവർ സ്പീഡ്സിലൊക്കെ സിറ്റിയിൽ ഓടിച്ചുകൊണ്ട് ലേസി ആയിട്ട് ഓടിച്ചു നടക്കാൻ പറ്റും. ഇതിൻ്റെ ഗിയർ ബോക്സ് കുറച്ചൊരു ക്ലങ്കിനെസ് ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ പഴയ KTMസിൻ്റെ ഗിയർ ബോക്സിന് ഓർമ്മയില്ല. അത് പ്രശ്നമൊന്നുമില്ല. ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും, ഫോൾസ് ന്യൂട്രലൊന്നും അധികമൊന്നുമില്ല. പക്ഷേ എന്നാൽ ആ മെക്കാനിക്കൽ ഫീലിംഗ് ഉണ്ട്. ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ ആഡ് ചെയ്താൽ മച്ച് ബെറ്റർ ആവും കേട്ടോ. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ എപ്രിൽ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയനാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ ആ ഇറ്റാലിയൻ ഹെറിറ്റേജ് ഉള്ളതുകൊണ്ട് പാർട്സൊക്കെ നല്ല വില. ക്വിക്ക് ഷിഫ്റ്ററിന് 30,000 രൂപ കേട്ടോ. TVSൻ്റെ ഒരു അടിപൊളി ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ഉള്ള അതിന് 15,000 rupees. അതിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ ദ പ്രൈസാണ് വരുന്നത്. ഇസ് ഇറ്റ് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു, കുറച്ച് ഉപയോഗിച്ചുള്ളൂ. എന്നാൽ ആ TVS ലെവൽ ഓഫ് ഫിനസ് ഇല്ലാത്ത സാധനം, പക്ഷേ അതിന് ഡബിൾ ദ പ്രൈസാണ് വരുന്നത് കേട്ടോ. മാത്രമല്ല ബ്രേക്ക് പാഡ്സ്, ഇതിന് ആദ്യം വന്നിരുന്നത് ഓർഗാനിക് ബ്രേക്ക് പാഡ്സ്. ഇപ്പോൾ സിൻ്റെ ബ്രേക്ക് പാഡ്സിൽ കുറച്ചുകൂടി ബ്രേക്കിംഗ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതർ ദാൻ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ബ്രെംബോ ബ്രേക്ക് പാഡ്സ്. 2500 ബ്രെംബോ ബ്രേക്ക് പാഡ്സ് അവൈലബിൾ. ഡ്യൂക്ക് 390 ഓൾട്ടർനേറ്റീവ് വരുന്ന ബ്രേക്ക് പാഡ്സ് ഒക്കെ ഇതിന് ഇടാൻ പറ്റും കേട്ടോ. അങ്ങനെ ചെയ്താൽ ബ്രേക്കിംഗ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ DP ബ്രേക്സിൻ്റെ ഹയർ ഫ്രിക്ഷൻ ബ്രേക്ക് പാഡ്സ് ഉണ്ട്, EBCയുടെ ബ്രേക്ക് പാഡ്സ് ഉണ്ട്, ഗാൽഫറിൻ്റെ ബ്രേക്ക് പാഡ്സ് ഉണ്ട്. അതിനൊക്കെ ഇട്ടാൽ കുറച്ചുകൂടി ബെറ്റർ ബ്രേക്കാണ് കേട്ടോ. പക്ഷേ കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. പക്ഷേ എപ്രിൽ തന്നെ കൂടി ബ്രേക്ക് പാഡ് കൊടുക്കുന്നുണ്ട്. അതിന് 10,000 രൂപ എന്തോ ബ്രേക്ക് പാഡിന്. അവിടെ റേസിംഗ് പാഡ്സ് എന്ന് പറയാം. പേഴ്സണലി ടെസ്റ്റ് ചെയ്തിട്ടില്ല. ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ദ കമൻറ്റ് സെക്ഷൻ ഡൗൺ ബിലോ. ഇതിൻ്റെ ബ്രേക്ക് പാഡ്സ് ആണെങ്കിൽ ഈ മോട്ടോർ അധികം ലൈഫ് കിട്ടില്ല. ഓവറോൾ എക്സ്പെൻസീവ് ടു മെയിൻറ്റെയിൻ മോട്ടോർ സൈക്കിളാണ്. കൊച്ചിയിൽ ഇതിൻ്റെ സർവീസ് സ്റ്റേഷൻ ഇല്ല. നിങ്ങൾ തൃശ്ശൂർ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് പോയിട്ട് വേണം വണ്ടി സർവീസ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം 5.6 lakhs കിട്ടും. ആ പ്രൈസിൽ ഇറ്റ്സ് എ വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട്, സെയിൽസ്, പാർട്സ് ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. ഇതിൻ്റെ വാറണ്ടി വരുന്നത് ഏകദേശം 36,000 kilometers 3 year വാറണ്ടിയാണ് കൊടുക്കുന്നത്. കുഴപ്പമില്ലാത്ത ബാക്കി പാർട്സിൻ്റെ ആണെങ്കിലും വില കൂടുതൽ. അത് മാത്രം ഡൗൺ സെൽ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 150 ഗ്രൗണ്ട് ക്ലിയറൻസ്, 15 സെൻറ്റിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് കേട്ടോ. കുറച്ച് സ്റ്റിഫ് സസ്പെൻഷൻ ആയിട്ട് വലിയ പ്രശ്നം, എനിക്ക് അടിയൊന്നും തട്ടുന്ന പ്രശ്നം വന്നില്ല. നിഞ്ച ഫോൺ വെച്ചിട്ട് ഞാൻ ട്രാക്ക് ചെയ്യുന്ന പെട്രോൾ അടിക്കാൻ പോയപ്പോൾ അടി ഇടിച്ചത് കേട്ടോ. നല്ല അടി ഇടിച്ച് ഞാൻ നെട്ടിപ്പോയി. റീസ് ഫെയറിംഗ് ഒക്കെ ഉണ്ട്, അടി ഇടിച്ച് ഉള്ളി കയറാൻ സെറ്റപ്പായി വന്ന്. അപ്പോൾ നിഞ്ച ഫോണൊക്കെ ആണെങ്കിൽ മച്ച് മോർ ക്ലിയറൻസ് ഉണ്ട്. പക്ഷേ കമ്പയർ ടു R3, RC3 അത്രമാത്രം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. അത് മാത്രം ഒരു ഡിസഡ്വാൻറ്റേജ് ഓഫ് ദ എപ്രിൽ RS457 പറയാനുള്ളൂ. അതർ ദാറ്റ് ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിൾ. ആ 270 ഫയറിംഗ് ഓർഡർ ഒരു സ്പോർട്ട് മോട്ടോർ സൈക്കിൾ വന്ന് ഓടിച്ചപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ഓടിച്ച അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിൽ സ്ക്രാംബ്ലേഴ്സിൽ അല്ലെങ്കിൽ റെട്രോ തീം മോട്ടോർ സൈക്കിൾസ് ഓടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഓൺ ദ സ്പോർട്ട് മോട്ടോർസ് ഞാൻ വിചാരിച്ചു എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഓൺ ദ റോഡ് ഓടിച്ചിട്ട് പിന്നെ റേസ് ട്രാക്കിൽ ഓടിക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ആ ലോ ഡൗൺ പവർ ഓൺ ഷോർട്ടർ ട്രാക്കിലാണെങ്കിലും ഭയങ്കരമായിട്ട് നമുക്ക് ഹയർ ഗിയേഴ്സ് ഇട്ട് ഓടിക്കാൻ പറ്റും. അതുപോലെ സിറ്റിയിലാണെങ്കിൽ ഹയർ ഗിയേഴ്സ് ഇട്ട് ഓടിക്കാൻ പറ്റും. R3 നിഞ്ച ഫോണിലാണെങ്കിലും ആ ഫ്രീക്വൻറ്റ് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. റെവ് ചെയ്തെത്തിയാൽ ആ പവർ കിട്ടുള്ളൂ. അതൊക്കെയാണ് കാര്യങ്ങൾ. സോ ഒരു പെർഫെക്റ്റ് മോട്ടോർ സൈക്കിളാണ് കേട്ടോ. ഓൺലി ദ പ്രൈസ് ആണ് കുറച്ച് കൂടി. പക്ഷേ ഫോർ ദാറ്റ് പ്രൈസ് യു ഗെറ്റിംഗ് ട്വിൻസിലുണ്ട്. അത് എത്ര കേബിൾ ഹാൻഡ്ലിംഗ് ഉള്ള അലൂമിനിയം ഫ്രെയിമുള്ള ഒരു സൂപ്പർ ബൈക്കിലൊക്കെ വരുന്ന സെറ്റപ്പ് വരുന്ന ഇലക്ട്രോണിക്സ് വരുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ ഇതൊന്ന് എക്വിപ്പ് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റാണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഫോക്സിലൂടെ കാറ്ററേജ് കിറ്റ് കയറ്റുവാണെങ്കിൽ അഡ്രിനാലിയുടെ കയറ്റുവാണെങ്കിൽ മച്ച് ബെറ്റർ ആവും. ട്രാക്ക് റൈഡിങ് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്താൽ YSSൻ്റെ കിറ്റ് ഉണ്ടാവും. ചെക്ക് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അത് കയറ്റും. ബാക്ക് ഷോക്കും മാറ്റി കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ട്രാക്ക് വണ്ടിയാക്കി ഉപയോഗിക്കാം കേട്ടോ. ഒരു റേസ് ഫെയറിംഗ് ഒക്കെ ഒന്ന് കയറ്റി കഴിഞ്ഞാൽ അടിപൊളി ട്രാക്ടർ. ഇതിൻ്റെ റിലയബിലിറ്റി ഓഫ് ദ എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് റിലയബിൾ. ഓൾമോസ്റ്റ് 1 year വണ്ടി ഇറങ്ങിയിട്ട് ഇതുവരെ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള എഞ്ചിൻ റിലേറ്റഡ് ഇഷ്യൂസ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല. അത്രയും വണ്ടി ഇറങ്ങിയിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ ഇൻ്റർനാഷണൽ ഫോറംസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ എഞ്ചിൻ സൈഡ് കുറച്ച് സോൾഡ് ആണ്. അത്രമാത്രം ഇഷ്യൂസ് ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല. പിന്നെ മിക്ക റിപ്പോർട്ട് ചെയ്യുന്ന ആ ലെഫ്റ്റ് സൈഡ് പുള്ളാണ്ട് നമുക്ക് കൈ വിടുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടി പോകും. ചില മോട്ടോർ സൈക്കിൾ അങ്ങനെ പോകാണ്ട്. കാരണം നമ്മുടെ റോഡ്സ് മോസ്റ്റ്ലി ഡിസൈൻ ഒരു ലെഫ്റ്റിലോട്ട് ക്യാമ്പർ ഒരു ടിൽറ്റ് കൊടുത്തിട്ട് വാട്ടർ റൺ ഓഫ്, മഴ പെയ്ത് ആ റൺ ഓഫ് ചെയ്യാൻ വേണ്ടി സ്ലോപ്പ് ഉണ്ട്. അതിൻ്റെ ആണെന്നൊക്കെ കുറച്ച് പേര് പറയുന്നുണ്ട്. ഓവർ ടൈം ടയർ വോൺ ഔട്ട് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്ന പറഞ്ഞാൽ ചിലരൊന്നും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേത് ചോദിച്ചാൽ എപ്പോഴേ റിപ്ലൈ ഒന്നും തരുന്നത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അറ്റ് ദ കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഐ റിയലി ഡോണ്ട് നോ. പക്ഷേ ഒരു ലെഫ്റ്റ് സൈഡ് പുള്ള് വണ്ടിക്കുണ്ട്. മേ ബി ദ ടയേഴ്സ് ആ, മേ ബി ദ വീൽ ബെയറിങ്സ് ആ, മേ ബി ദ വീൽ വെയ്റ്റ്സ് ആ പ്രോപ്പർലി ബാലൻസ്ഡ് അല്ലാത്ത ഫ്രം ദ ഫാക്ടറി ബാലൻസ്ഡ് അല്ലാത്തതുകൊണ്ടാണ് അങ്ങനത്തെ. അല്ലെങ്കിൽ അലോയിൽ വന്ന ഡിഫോർമേഷൻസ് ഉണ്ടാകും. ഒരു സർട്ടൻ ബാച്ച് ഓഫ് വെഹിക്കിൾസിന് വേണം ഇഷ്യൂ ആയിരിക്കാം. പക്ഷേ വി നെവർ നോ. അൺടിൽ എ മാനുഫാക്ചർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഏപ്രിലിൽ യാതൊരു സപ്പോർട്ടും ഇല്ല. അതുകൊണ്ട് ഏപ്രിലിൽ വണ്ടിയും തരാറില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് വണ്ടി തരാത്തത്? ഇഫ് യു നോ ദ സൊല്യൂഷൻ ടു ഇറ്റ്, ഇഫ് യു ആർ എപ്ലൈ RS457 ഓണ് കമൻറ്റ് ഡൗൺ ബിലോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഹൗ വാസ് ദ സർവീസ്, എങ്ങനെയുണ്ട് സംഭവം, അതൊക്കെ നിങ്ങളൊന്ന് ഷെയർ ഡൗൺ ചെയ്യാം കേട്ടോ. പിന്നെ എപ്പോഴും പറയാൻ വിട്ടു, നെക്സ്റ്റ് മോട്ടോർ സൈക്കിൾ നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യണം. നമ്മളെപ്പോഴും വീഡിയോസ് ചോദിക്കുന്ന കാര്യം എല്ലാവരും പറഞ്ഞ് എപ്പോഴും RS457 ടെസ്റ്റ് ചെയ്യാൻ. മാനുഫാക്ചർ കുറേ ചോദിച്ച് അവർ തന്നില്ല. കാരണം നമ്മുടെ യൂട്യൂബിന് വ്യൂസ് കുറവാണ്, അതുകൊണ്ട് അവർ തരില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രോപ്പർലി അത് റോഡിൽ ടെസ്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽ റിവ്യൂ ചെയ്ത്. സോ അടുത്ത ഏത് മോട്ടോർ സൈക്കിൾ നമ്മൾ ടെസ്റ്റ് ചെയ്യണം, റിവ്യൂ ചെയ്യണം.
ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഡൗൺ ബിലോ. ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.